السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. رب زدنا علما نافعا. അൽഹംദുലില്ലാ നമ്മൾ ആറാമത്തെ മൊഡ്യൂളിലാണ്. ടോപ്പിക് വൈസ് ചെറിയൊരു മൊഡ്യൂളാണിത്. ആദം അലൈഹിസ്സലാമായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഉടമ്പടി, പിന്നെ സൃഷ്ടിപ്പിന്റെ മുമ്പ്, അതായത് നമ്മൾ ഭൂമിയിൽ മനുഷ്യരായിട്ട് അല്ലെങ്കിൽ ഭൗതികാവസ്ഥയിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ, റൂഹിന്റെ അവസ്ഥ, ബർസഖ്, ഫിത്ര. ചെറിയ കാര്യങ്ങളാണ്, ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ കുറച്ചൊരു എന്താ പറയുക, ഹെവി ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച്, അതായത് ശരിക്കും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയം, ചെയ്യാൻ പറ്റുന്ന സമയത്ത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു നൂലിഴ വ്യത്യാസത്തിനൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്. ഒരു ക്ലാസ്സിൽ തീർക്കാവുന്നതാണ്, എന്നാലും എന്താ പറയുക, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് സമയം എടുക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ രണ്ടാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയുന്നതും ഇന്ന് തന്നെ തീർക്കാൻ വേണ്ടി ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ശരിക്കും ശ്രദ്ധിക്കുക. ബേസിക്കലി അതാ പറഞ്ഞാൽ പേടിപ്പിക്കുകയല്ല, പക്ഷെ നമുക്ക് ജീവിതത്തിന് ഭയങ്കര ആവശ്യമുള്ള കാര്യമാണ്. എന്നാൽ നമ്മളത് ഇങ്ങനെ ശരിക്കും മനസ്സിലാക്കാത്തതിന്റെ പേരിൽ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ്, നമ്മുടെ വിശ്വാസത്തിൽ തന്നെ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളുമാണ്. ഇൻഷാ അല്ലാഹ് തുടങ്ങാം. അപ്പം ആദ്യം തന്നെ ആദം അലൈഹിസ്സലാമുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയ ഉടമ്പടി. ആദം അലൈഹിസ്സലാമും ആദമിന്റെ പിൻഗാമികളും, അതായത് മനുഷ്യരൊട്ടാകെ ആദം അലൈഹിസ്സലാമുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയ ഒരു ഉടമ്പടി ഉണ്ട്. അതാണ് ശരിക്കും ഇസ്ലാമിലെ ജീവിതം എന്ന് പറയുന്ന ഒരു സങ്കല്പം. ഞാൻ ലൈഫ് സൈക്കിൾ ഇൻ ഇസ്ലാം എന്ന വിഷയം കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് ഒരു ബെറ്റർ മലയാളം വാക്ക്, അതായത് മലയാളത്തിൽ നമ്മളത് പറയുമ്പോൾ ഭയങ്കര ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ തന്നെ ഇട്ടത്. അപ്പം ഇസ്ലാമിലെ ജീവിതം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, ജീവിതം മരണം എന്നൊക്കെയുള്ള ആ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ആദം അലൈഹിസ്സലാമുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല, ആദം അലൈഹിസ്സലാമും മനുഷ്യരെല്ലാവരുമായിട്ടും ആദം അലൈഹിസ്സലാമിന്റെ പിൻഗാമികൾ, ആദമിന്റെ സന്തതികളുമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഉണ്ടാക്കിയ ആ ഒരു ഉടമ്പടി എന്ന് പറയുന്നത്. നമുക്കറിയാം, മെജോറിറ്റി മനുഷ്യരിലും ഉള്ള ജീവനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ചുള്ള വിശ്വാസം എന്ന് പറയുന്നത് പുനർജന്മം, റീഇൻകാർണേഷൻ, ഓക്കെ, പുനർജന്മം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം അവരെല്ലാവരും മനുഷ്യരിൽ കുറച്ച് ഇത്തിരി ആയിട്ട് ദൈവത്തിന്റെ അംശങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മിക്ക മതവിഭാഗങ്ങളും. അങ്ങനെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ജീവിതത്തിൽ പല സ്റ്റേജസ് ആയിട്ട് കടന്നു പോകുമ്പോൾ, അതായത് മരിച്ച് പിന്നെ വീണ്ടും പുനർജനിച്ചില്ലേ, നമ്മൾ തമാശക്കെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട്, കഴിഞ്ഞ ജന്മത്തിൽ നീ അതായിരുന്നോ ഇതായിരുന്നോ എന്നൊക്കെ, സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ അവര് വീണ്ടും പുനർജനിച്ച് അവരുടെ എന്താ പറയാ, ആ ഒരു ആത്മീയതയുടെ ലാഡർ സ്റ്റെപ്പ് കയറി ഒരു സമയം എത്തുമ്പം അവരങ്ങ് ശരിക്കും മോക്ഷം പ്രാപിച്ചവരായിട്ട് ദൈവത്തില്, അവരുടെ കണക്കില് ബ്രഹ്മാവിൽ അല്ലെങ്കിൽ പരബ്രഹ്മത്തില്, പരമാത്മാവില് അലിഞ്ഞ്, അതായത് അങ്ങനെ കുറേ ജന്മങ്ങൾ എടുത്തെടുത്ത് അവർ പെർഫെക്റ്റ് ആയിട്ട് ദൈവത്തില്, അതായത് അവരുടെ ഉള്ളിൽ ഓൾറെഡി ദൈവത്തിന്റെ അംശമുണ്ട്. എന്നിട്ട് ഇതുപോലെ ഓരോ ജന്മത്തിലും ചിലപ്പോൾ പാവങ്ങൾ കഴുകി കളഞ്ഞും അങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും ജന്മം എടുത്ത് അവസാനം പെർഫെക്ഷൻ എത്തിയിട്ട് ദൈവത്തിനോട് സുബ്ഹാനല്ലാഹ് തുല്യമായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൽ അലിഞ്ഞു ചേരാനുള്ള ഒരു ക്വാളിറ്റി അവർക്ക് ഉണ്ടായിട്ട് അവരങ്ങനെ പരബ്രഹ്മത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മാവിൽ അലിഞ്ഞു തീരും. ഇതാണ് ഈ ഒരു പുനർജന്മം എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇത് ഹിന്ദുക്കളുടെ ഇടയിൽ ഉണ്ടായതാണെങ്കിലും ഇതിന്റെ കുറേ ഭാഗങ്ങൾ ബുദ്ധമതത്തിലും ജൈനമതത്തിലും ലോകത്തുള്ള പല വിശ്വാസങ്ങളിലും ഇത് കടന്നുകൂടിയിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം, ഇസ്ലാമില് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ജീവിതം എന്ന് പറയുന്ന കോൺസെപ്റ്റ് വൺ ഷോട്ട് ആണ്, ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ അല്ലെ. നമുക്ക് ഒരു പ്രാവശ്യം ജീവിച്ച് അവിടെ മാക്സിമം അതിനെ ബെസ്റ്റ് ആക്കാൻ നോക്കാന്നല്ലാതെ പിന്നെയും തിരിച്ചു വന്ന് കറക്റ്റ് ചെയ്തിട്ട് പോവാനുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല.
ഇപ്പൊ കുറച്ച് തെറ്റൊക്കെ ചെയ്താലോ കുഴപ്പമില്ല, അടുത്ത ജന്മത്തിൽ അത് കറക്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല. ഇവിടെ നമ്മൾ കറക്റ്റ് ശരി അല്ലെങ്കിൽ തെറ്റ് ചെയ്യാം, എന്നിട്ട് സുബ്ഹാനല്ലാഹ് അടുത്ത ജന്മത്തിൽ നമുക്ക് പരലോകത്ത് അതിന്റെ റിസൾട്ട് എന്താണോ അല്ലെ, അതിന്റെ അനന്തരഫലം എന്താണോ അത് അനുഭവിക്കുക. അത്രയേ ഉള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ജീവിതത്തിന്റെ ആ ഒരു സൈക്കിൾ എന്ന് പറയുന്നതിലുള്ള ഒരു വിശ്വാസം. ഓക്കെ. പക്ഷേ നമ്മളുടെ വെച്ചാൽ ഈ ഭൂമിയിലാണ് ജനിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിലും നമ്മള് ഈ ഭൂമിയിൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പ്, ഈ ലോകത്ത് ഈ ഭൗതികമായ ലോകത്ത് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ റൂഹിന്റെ ഫോമിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല നമുക്ക് ഈ ഭൂമിയിലുള്ള ടെസ്റ്റ്, ശരിയും തെറ്റും, ആരാണ് ശരി ചെയ്യുന്നത് ആരാണ് തെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് അതൊരു സർപ്രൈസ് ടെസ്റ്റ് ഒന്നും അല്ല അല്ലെ. ഓ ഇവിടെ വന്നിട്ട് ഇത് ടെസ്റ്റ് ആയിരുന്നു എന്ന് മരിക്കാൻ നേരാണ് നമ്മൾ അറിയുന്നത്, അതോ ടെസ്റ്റ് ആണെന്ന് മനസ്സിലായില്ല, അങ്ങനെയൊന്നും അല്ല. നമ്മൾ സർപ്രൈസ് ടെസ്റ്റിന് വേണ്ടി അയച്ചതല്ല. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. ആദം അലൈഹിസ്ലാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ ആദം അലൈഹിസ്ലാമിൽ നിന്ന് തന്നെ ആദം അലൈഹിസ്ലാമിന്റെ എല്ലാ സന്തതികളെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാ സന്തതികളെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സൂറത്ത് അറാഫിലെ 2 ആയത്തുകൾ 171 172 ഈ 2 ആയത്തുകൾ ഒരു ഹദീസിനകത്ത്, അത് അഹ്മദും തിർമിദിയും റിപ്പോർട്ട് ചെയ്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നറേറ്റ് ചെയ്ത അൽബാനി ഹസനാക്കിയ ഒരു ഹദീസിനകത്ത് ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ആ ഹദീസിന്റെ ടെക്സ്റ്റ് ഞാൻ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് കാണിക്കാം. നിങ്ങൾക്ക് നോട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പം ആ ഹദീസിലെ എക്സ്പ്ലനേഷൻ ഇങ്ങനെയാ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല ആദം അലൈഹിസ്ലാമിനെ സൃഷ്ടിച്ചപ്പോൾ അത് നഅ്മാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച്, ഓക്കെ, നഅ്മാൻ എന്ന ചില ഹദീസുകളിൽ നഅ്മാൻ അഥവാ അറഫ എന്ന് പറയപ്പെടുന്നത്, അതായത് നഅ്മാൻ എന്ന സ്ഥലത്തിന്റെ വേറൊരു പേരാണ് അറഫ എന്നും, വേറെ ചില സ്ഥലങ്ങളിൽ അറഫ ദിനത്തിലാണെന്നും പറയപ്പെടുന്നുണ്ട്. അള്ളാഹു ആലം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് എവിടെയാണെന്നുള്ളതല്ല വിഷയം, നമുക്ക് അതിൽ നിന്ന് എന്ത് ഉൾക്കൊള്ളാനുണ്ടെന്നുള്ളതാണ് വിഷയം. ഓക്കെ. അപ്പം ആദം അലൈഹിസ്ലാമിനെ സൃഷ്ടിച്ച് ആദം അലൈഹിസ്ലാമിൽ നിന്ന് അവന്റെ എല്ലാ സന്തതികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത് അത് ലോകാവസാനം വരെ ഉണ്ടാവാനുള്ള എല്ലാ മനുഷ്യന്മാരെയും ആദം അലൈഹിസ്ലാമിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവരിൽ നിന്നും ഒരു ഉടമ്പടി എടുക്കാനുണ്ട് അല്ലെ. ആദം അലൈഹിസ്ലാമിൽ നിന്നും സന്തതികളിൽ നിന്നും ഒരു ഉടമ്പടി എടുക്കാനുണ്ട്. സൂറത്ത് ആറാഫിലെ 172-173 ആയത്തുകളാണ്. ആയത്തുകൾ ജസ്റ്റ് നമുക്ക് പറഞ്ഞിട്ട് പോവാം. വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം ദുർരിയതഹും വഅഷ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബിക്കും. നിന്റെ രക്ഷിതാവ് ആദം സന്തതികളിൽ നിന്ന് അവരുടെ മുതുകുകളിൽ നിന്ന് അവരുടെ സന്താനങ്ങളെ പുറത്തു കൊണ്ടുവരികയും അവരുടെ കാര്യത്തിൽ അവരെ തന്നെ അവൻ സാക്ഷി നിർത്തുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. അവൻ ചോദിച്ചു, എന്ത്? അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? അവരെന്താ പറഞ്ഞ? ഖാലു, അവർ പറഞ്ഞു, ബലാ ഷഹിദ്ന, അതേ ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഈ അവർ എന്ന് പറയുന്നത് നമ്മളാന്ന് ഓർക്കണം കേട്ടോ. അതായത് ആദം ലോകാവസാനം വരെയുള്ള എല്ലാ സൃഷ്ടികളും. അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ. എന്താ പറഞ്ഞത്? തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തീർച്ചയായും ഞങ്ങൾ ഇതിനെപ്പറ്റി ശ്രദ്ധയില്ലാത്തവരായിരുന്നു എന്ന് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നിങ്ങൾ പറഞ്ഞേക്കും എന്നതിനാലാണ് അങ്ങനെ ചെയ്തത് അല്ലെ. അപ്പം അവിടെ ചെല്ലുമ്പോൾ യൗമുൽ ഖിയാമയിൽ നിങ്ങൾ പറയും, അള്ളോ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയും. അതുകൊണ്ട് നിങ്ങളെ അടുത്തുനിന്ന് ഞാൻ ഈ ഉടമ്പടി ഇപ്പൊ തന്നെ വാങ്ങി വെക്കുകയാണ്. അലസ്തു ബിറബ്ബിക്കും ബല ഷഹിദ്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാനല്ലേ നിങ്ങളുടെ റബ്ബ് അല്ലെ. റുബൂബിയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. നമ്മള് എല്ലാ സൃഷ്ടികളും എല്ലാ മനുഷ്യന്മാരും സുബ്ഹാനല്ലാഹ് അത് അള്ളാഹുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അതേ ആണ് എന്നുള്ളത് അല്ലെ. തീർച്ചയായും ഞങ്ങൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് ഈ ആയത്തിൽ അടുത്ത ആയത്തിൽ പറയുന്നത്, ഔ തഖൂലു ഇന്നമാ അശ്റകു ആബാഅനാ മിൻ ഖബൽ, അല്ലെങ്കിൽ മുമ്പ് തന്നെ ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ അള്ളാഹുവോട് പങ്കു ചേർത്തിരുന്നു. അതായത് നിങ്ങൾ ഇങ്ങനെ പറയും അല്ലെ, ഇത് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ സാക്ഷ്യം വഹിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഉടമ്പടി വാങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയും, അതായത് മുമ്പ് ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ അള്ളാഹുവോട് പങ്കു ചേർത്തിരുന്നു. വകുന്നാ ദുർരിയത്തൻ മിൻ ബഅദിഹിം, ഞങ്ങൾ അവർക്ക് ശേഷം സന്തതി പരമ്പരകളായി വന്നവർ മാത്രമാണ് അല്ലെ. അവരടുത്ത് ഇപ്പൊ നമ്മള് സുബ്ഹാനല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ
ശരിക്കും മാഷാഅല്ലാഹ് എന്തൊരു കണക്ഷനാ നോക്കിയല്ലേ, നമ്മൾ കഴിഞ്ഞ തഫ്സീർ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമാണത്. അപ്പം അവര് മക്കൾ മാത്രം ഞങ്ങളില്ലേ അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അഫതുഹ്ലികുന ബിമാ ഫഅലൽ മുബ്തിലൂൻ, എന്നിരിക്കെ ആ സത്യവാദികൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ നീ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ അല്ലെങ്കിൽ നശിപ്പിക്കുകയാണോ എന്ന് നിങ്ങൾ പറഞ്ഞേക്കും. അപ്പം അവര് പറഞ്ഞ പോലെയല്ലേ ഞങ്ങൾ ചെയ്തത്. അപ്പൊ നീ സുബ്ഹാനല്ലാഹ് അള്ളാഹിന്റെ അടുത്ത് ചോദിക്കും, എന്നിട്ട് നമ്മളറിയാത്ത കാര്യത്തില്ലേ അവര് പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ അവര് ചെയ്തതിനെ ഞങ്ങളെ നീ ശിക്ഷിക്കുകയാണോ? അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ എക്സ്ക്യൂസ് ഒക്കെ ആയിട്ട് വരും. അതുകൊണ്ട് നിങ്ങളെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരുടെ അടുത്തുനിന്നും ഈ ഒരു ഉടമ്പടി വാങ്ങി വെച്ചിട്ടുണ്ട് അല്ലെ. ഈ എക്സ്ക്യൂസ് അള്ളാനെ എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു എക്സ്ക്യൂസ് നമ്മളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം റുബൂബിയ അല്ലെ, എല്ലാവരുടെയും ഉള്ളില് അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടാവാണെന്ന്, റബ്ബാണെന്നുള്ള അല്ലെ, റബ്ബ് എന്ന് പറയുമ്പോൾ മാലിക്കാണ്, ഖാലിക്കാണ്, മുദബ്ബിർ ആണെന്നുള്ള ആ ഒരു അവയർനെസ്, ആ ഒരു എന്താ പറയാ ഉള്ളില് പ്രോഗ്രാം ചെയ്ത ഒരു ചിന്തയും കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെയൊക്കെ റൂഹുകളെ പടച്ച് വിട്ടിട്ടുള്ളത് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം ഏതൊരു വ്യക്തിയും ഈ ഭൂമിയിൽ ആ റൂഹ് ശരീരത്തോടു കൂടി ഈ ഭൂമിയിൽ പ്രവേശിക്കുമ്പം, ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഈ ഒരു അറിവ് അള്ളാഹു സുബ്ഹാനഹു തആലയാണ് റബ്ബ് അല്ലെങ്കിൽ അള്ളാഹ് റബ്ബാണെന്ന് ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെന്നുള്ള ആ ഒരു അറിവോട് കൂടിയാണ് നമ്മുടെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡിൽ ആ ഒരു അറിവോട് കൂടിയാണ് ഭൂമിയിൽ ജനിക്കുന്നത്. ഇനി ഏതൊരു വിഗ്രഹാരാധകനും, അതായത് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഭൂമിയിൽ ജനിച്ചിട്ട് എന്ത് കാരണമാണോ, നമുക്ക് അതിലേക്ക് പിന്നീട് പോവാം, വേറെ എന്തിനേയും ആരാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും അവന്റെ ജീവിത കാലത്ത് അള്ളാഹു സുബ്ഹാനഹു തആല അടയാളങ്ങൾ കാണിച്ചു കൊടുക്കും. നീ ഈ ആരാധിക്കുന്ന വിഗ്രഹമല്ല, അല്ലെങ്കിൽ നീ ആരാധിക്കുന്നത് എന്തിനെയാണോ അതല്ല നിന്റെ ദൈവം എന്നുള്ളത്. കാരണം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഡ്യൂട്ടിയാണ് അതല്ലേ, അള്ളാഹ് വാങ്ങിയ ഉടമ്പടിയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഡ്യൂട്ടിയാണ് അവരുടെ ജീവിതത്തിൽ ഇത് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം റൂഹില് പ്രിന്റ് ചെയ്ത കാര്യം അത് അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് കാണിച്ചു കൊടുക്കുക, അതിന്റെ തെളിവുകൾ കൊണ്ടുവരാന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഡ്യൂട്ടിയാണ്, അള്ളാഹുവിന്റെ പ്രോമിസ് ആണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അത് ഈ ഹദീസിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞു ഹദീസിന്റെ ടെക്സ്റ്റ് ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട്. ഓക്കെ, അങ്ങനെ ഈ മനുഷ്യന്മാര് ആദം അലൈഹിസ്സലാമിന്റെ മുമ്പിൽ നിരത്തിയ റൂഹില് അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ മനുഷ്യരുടെയും രണ്ട് കണ്ണുകളുടെ ഇടയിൽ ഒരു ഫ്ലാഷ്, ഒരു ലൈറ്റ് കാണിച്ചു. ആ ലൈറ്റ് അവരുടെ ഈമാനെ കാണിക്കുന്നതായിരുന്നു. അപ്പം എത്രത്തോളം അധികം ഈമാൻ ഉണ്ടോ അത്രത്തോളം ഭയങ്കരമായ ലൈറ്റ് ആയിരിക്കും, ഈമാൻ കുറയുന്നതിനനുസരിച്ച് ലൈറ്റ് കുറയും. ആദം അലൈഹിസ്സലാം സുബ്ഹാനല്ലാഹ് ഇത്രയും ആളുകളുടെ ഈ ഒരു ലൈറ്റ് അവരുടെ കണ്ണിന്റെ നടുവിൽ, രണ്ട് കണ്ണുകളുടെ നടുവിൽ നിന്ന് വരുന്ന ലൈറ്റ് കണ്ടപ്പോ അത്ഭുതപ്പെട്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ചോദിക്കും, റബ്ബേ ഇവരാരാണ്? അല്ലാഹു സുബ്ഹാനഹു തആല പറയും, ഇവരെല്ലാം നിന്റെ സന്തതികളാണ്, നിന്റെ സന്താന പരമ്പരകളാണ്. അങ്ങനെ ആദം അലൈഹിസ്സലാം ഓരോരുത്തരെയും സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ ഒരാളുടെ കണ്ണിന്റെ ഇടയിൽ നിന്ന് വരുന്ന ലൈറ്റ് ഭയങ്കര അത്ഭുതപ്പെടുത്തി ആദം അലൈഹിസ്സലാമിനെ. അപ്പൊ ആദം അലൈഹിസ്സലാം ചോദിക്കും, ആരാണത്? അല്ലാഹു സുബ്ഹാനഹു തആല പറയും, ഇത് നിന്റെ അവസാനത്തെ ജനറേഷനിൽ, അവസാനത്തെ ഉമ്മത്തിൽ അല്ലെങ്കിൽ ജനതയിൽ പെട്ട ഒരു വ്യക്തിയാണ്, അവന്റെ പേര് ദാവൂദ് എന്നാണെന്ന് പറയും. അപ്പൊ ആദം അലൈഹിസ്സലാം ചോദിക്കും, അല്ലാഹുവേ അവന്റെ പ്രായം എത്രയാണ്, അല്ലെങ്കിൽ അവന് അനുവദിച്ചിട്ടുള്ള സമയം എത്രയാണ്? അള്ളാഹു പറയും, അവന് 60 ആണ്. അപ്പം ആദം അലൈഹിസ്സലാം പറയും, എന്റെ ആയുസ്സിൽ നിന്ന് ഒരു 40 കൂടെ അവന് എടുത്തിട്ട് കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം 60 കേട്ടപ്പോ പോരാ അല്ലെ, ഇത്രയും ഈമാനുള്ള വ്യക്തിയാണെങ്കിൽ എന്റെ ആയുസ്സിൽ നിന്ന് ഒരു 40 കൊടുക്കുക. അങ്ങനെ ആദം അലൈഹിസ്സലാമിന്റെ സമയം, മരണത്തിനുള്ള സമയം എത്തിയപ്പം മലക്കുൽ മൗത്ത് വന്നപ്പം ആദം അലൈഹിസ്സലാം ചോദിക്കുന്നുണ്ട്, എനിക്കൊരു 40 കൊല്ലം കൂടെ ഇല്ലേ? അപ്പൊ ചോദിക്കും, നീ അത് ദാവൂദിന് കൊടുത്തതല്ലേ? ആദം അലൈഹിസ്സലാം പറയും, ഇല്ലല്ലോ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. ആ ഒരു വാക്കില്ലേ ആദം അലൈഹിസ്സലാമിന് മറന്നുപോയി. സുബ്ഹാനല്ലാഹ്, അതാണ് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ആ സമയത്ത് കൊടുത്തൊരു വാക്കായിരുന്നു അത്, ഈ 40 കൊല്ലം എടുത്തോന്ന്. പക്ഷെ ആദം അലൈഹിസ്സലാമിന് മറന്നുപോയി. അതേപോലെ സുബ്ഹാനല്ലാഹ്, അത് മറന്നുകൊണ്ട് ആദം അലൈഹിസ്സലാം എങ്ങനെ തെറ്റിൽ വീണോ അതുപോലെ നമ്മൾ മനുഷ്യന്മാരും ഭൂമിയിൽ ജനിക്കുമ്പം അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് അവിടെ കൊടുത്ത പ്രോമിസ് മറന്നുപോയിട്ട് നമ്മളും തെറ്റിൽ പെട്ടു പോവുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു അവിടെ നമുക്ക് പ്രോമിസും തന്നിട്ടുണ്ട്, പ്രോമിസ് നമ്മളുടെ അടുത്ത് നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ച് വീഴുമ്പം നമുക്ക് നമ്മളുടെ മുമ്പിൽ സുബ്ഹാനല്ലാഹ് ഇഷ്ടംപോലെ അടയാളങ്ങൾ അള്ളാഹു ആണ് റബ്ബെന്ന് കാണിച്ചുകൊണ്ട് നമുക്ക് തരുന്നുണ്ട്. നമ്മൾ എന്ന് പറയുമ്പോൾ ഈ നമ്മൾ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചവർ മാത്രമല്ല, എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല അത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വിശ്വാസം നമ്മളെ എല്ലാവരുടെയും റൂഹിന്റെ ഫോമില്, തൗഹീദ് എന്ന് പറയുന്ന, റുബൂബിയത്ത് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം റൂഹിന്റെ ഫോമിലായിരിക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രോഗ്രാം ചെയ്ത് വിട്ടിട്ടുള്ളതാണ്. ഓക്കെ, അത് സ്ഥാപിച്ചിട്ട് വിട്ടിട്ടുള്ളതാണ്.
അപ്പം ഇതാണ് ആ ഒരു ഹദീസ്. തിർമിദിയിൽ വന്നിട്ടുള്ള ടെക്സ്റ്റാണ് ഇവിടെ കാണിക്കുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം. അബൂ ഹുറൈറയിൽ നിന്ന് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ആദം നബി അലൈഹിസ്സലാമിനെ ആദം നബിയെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പുറം തടവി. അപ്പോൾ അന്ത്യനാൾ ഈ ഒരു ഹദീസ് പല രീതിയിൽ ഡിഫറെന്റ് ടെക്സ്റ്റുകളായിട്ട് നിങ്ങൾ കാണാം. ഓരോന്നിൽ ഒരു ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ള ടെക്സ്റ്റുകൾ ഉണ്ടാവും. ഓക്കെ, ചിലതിൽ കുറച്ച് ഡീറ്റെയിൽസ് എക്സ്ട്രാ ഉണ്ടാവും, ചിലതിൽ കുറവുണ്ടാവും, ചിലതിൽ ഇതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അന്ത്യനാൾ വരെ അദ്ദേഹത്തിന്റെ സന്താന പരമ്പരകളിൽ നിന്ന് അള്ളാഹു സൃഷ്ടിക്കാൻ പോകുന്നവരെല്ലാം പുറത്തു വന്നു. ഓരോരുത്തരുടെയും ഇരു കണ്ണുകൾക്കിടയിൽ പ്രകാശം കൊണ്ടുള്ള ഒരു തിളക്കമുണ്ടായിരുന്നു. പിന്നെ അവരെ ആദം അലൈഹിസ്ലാമിന് മുമ്പിൽ പ്രദർശിപ്പിച്ചു. അദ്ദേഹം ചോദിച്ചു, റബ്ബേ, ആരാണ് ഇവരൊക്കെ? അള്ളാഹു പറഞ്ഞു, ഇവർ നിന്റെ സന്തതികളാണ്. അപ്പോൾ അദ്ദേഹം അക്കൂട്ടത്തിൽ ഒരാളെ കണ്ടു. അയാളുടെ കണ്ണുകൾക്കിടയിലുള്ള തിളക്കം അദ്ദേഹത്തെ ആശ്ചര്യപ്പെടുത്തി. അദ്ദേഹം ചോദിച്ചു, റബ്ബേ, ആരാണിത്? അള്ളാഹു പറഞ്ഞു, നിന്റെ സന്തതികളിൽ അവസാന സമുദായങ്ങളിൽപ്പെട്ട ഒരാളാണിത്, ദാവൂദ് എന്നാണ് പേര്. അദ്ദേഹം ചോദിച്ചു, റബ്ബേ, ഇദ്ദേഹത്തിന് നീ എത്രയാണ് ആയുസ് നിശ്ചയിച്ചത്? അള്ളാഹു പറഞ്ഞു, 60 വർഷം. അദ്ദേഹം പറഞ്ഞു, റബ്ബേ, എന്റെ ആയുസിൽ നിന്ന് 40 വർഷം അദ്ദേഹത്തിന് കൊടുക്കൂ. അങ്ങനെ ആദം അലൈഹിസ്ലാമിന്റെ ആയുസിന്റെ അവധി എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ മലക്കുൽ മൗത്ത് വന്നു. അദ്ദേഹം ചോദിച്ചു, എന്റെ ആയുസിൽ 40 വർഷം കൂടി അവശേഷിക്കുന്നില്ലേ? മലക്കുൽ മൗത്ത് ചോദിച്ചു, താങ്കൾ അത് താങ്കളുടെ മകൻ ദാവൂദിന് നൽകിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആദം അലൈഹിസ്സലാം നിഷേധിച്ചു, അദ്ദേഹത്തിന്റെ സന്തതികളും നിഷേധിക്കുന്നു. അദ്ദേഹത്തിന് മറവി സംഭവിച്ചു, അദ്ദേഹത്തിന്റെ സന്തതികൾക്കും മറവി സംഭവിക്കുന്നു. അദ്ദേഹത്തിന് അബദ്ധം സംഭവിച്ചു, അദ്ദേഹത്തിന്റെ സന്തതികൾക്കും അബദ്ധം സംഭവിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു പാർട്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ആദം അലൈഹിസ്സലാം ചോദിക്കുന്നതും അദ്ദേഹത്തിന്റെ ആയുസ് കൊടുക്കുന്നതും അല്ലെ, എന്നിട്ട് മലക്കുൽ മൗത്ത് വരുമ്പം അത് ഇല്ല, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നതും ഒക്കെ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു ഹദീസിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു അല്ലെ. ഇത് കൊടുത്തിട്ടില്ലെങ്കിലും ഒരു പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ആദം അലൈഹിസ്ലാം പോലും അവിടുന്ന് കൊടുത്ത ഉടമ്പടി ഇവിടെ എത്തിയപ്പോൾ മറന്നു പോയിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളും അത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ ഓർത്തെടുക്കണം, അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനഃപൂർവ്വം വെച്ച ഒരു ഉദാഹരണമായിരിക്കാം, മനഃപൂർവ്വം വെച്ച ഒരു സംഭവമായിരിക്കാം. അല്ലാഹു അഅലം. സുബ്ഹാനല്ലാഹ്. എല്ലാത്തിലും ഒരു ഹിക്മത്ത് ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അതാ ആ ഒരു സംഭവം മനസ്സിലാക്കി നമുക്ക് ബർസഖ് എന്താണെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു, റൂഹിന്റെ അവസ്ഥയിൽ നമ്മളെ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അല്ലെ. അപ്പൊ നമ്മളുടെ ഓരോരുത്തരുടെയും ജനനത്തിന്റെ സമയം വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെ, നമ്മുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഒരു അല്ലെ ഗർഭസ്ഥാവസ്ഥയിലായിരിക്കുമ്പോൾ ഏകദേശം 4ാമത്തെ മാസത്തിന്റെ അവസാനത്തില് മലായിക്കത്ത് വന്നിട്ട് ഈ റൂഹ് അല്ലെ, ഈ ആദ്യമേ സൃഷ്ടിക്കപ്പെട്ട ഈ റൂഹിനെ ഗർഭപാത്രത്തിലേക്ക് ഗർഭസ്ഥ ശിശുവിലേക്ക് ഊതും. സുബ്ഹാനല്ലാഹ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതുവരെ നമ്മൾ ജീവിക്കുന്ന ആ ഒരു അവസ്ഥ, അതായത് നമ്മൾ ഭൂമിയിലേക്ക് ഒരു ഭൗതിക ശരീരത്തോടു കൂടി ഭൂമിയിലേക്ക് വരുന്നത് വരെ, അല്ലെങ്കിൽ ഈ റൂഹായിട്ട് മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഊതപ്പെടുന്നത് വരെ നമ്മൾ റൂഹായിട്ട് ജീവിക്കുന്ന ആ ഒരു അവസ്ഥയ്ക്കാണ് ബർസഖ് എന്ന് പറയുന്നത്. ബർസഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭൗതിക ലോകവും, അതായത് ഫിസിക്കൽ നമുക്കൊരു ബോഡി ഉള്ള അല്ലെ ജസദുള്ള ലോകവും ആത്മീയ ലോകം, അതായത് സ്പിരിച്വൽ വേൾഡ് അല്ലെങ്കിൽ നമ്മളുടെ റൂഹിന്റെ അവസ്ഥ, നമുക്ക് റൂഹ് മാത്രമുള്ള അവസ്ഥ, അത് തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, അതാണ് ബർസഖ്. അതായത് റൂഹിന്റെ വേൾഡിനാണ് ബർസഖ് എന്ന് പറയുന്നത്. ഓക്കെ, ആത്മീയമായ അല്ലെങ്കിൽ റൂഹിന്റെ ലോകവും ഭൗതികമായ ശരീരത്തിന്റെ ലോകവും തമ്മിലുള്ള വിഭജന രേഖയാണ് ബർസഖാണ് അതിന്റെ ഡിവിഷൻ അല്ലെ. ഈ ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഭൗതിക ലോകമായി, ലോകമായി അല്ലെ, ഭൂമിയായി. റൂഹിന്റെ ഫോമില് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് റൂഹിന്റെ ഫോമിലായിരിക്കുമ്പോൾ ബർസഖിലാണ്, മരിച്ചു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും റൂഹിന്റെ ഫോമിലാവും, വീണ്ടും ബർസഖിലേക്ക് പ്രവേശിക്കും. അപ്പം ഈ റൂഹിന്റെ ഫോമിലുള്ള ആ ഒരു അവസ്ഥയിൽ ജീവിക്കുന്ന എന്താണ് ആ ഒരു സ്റ്റേറ്റിനാണ് ബർസഖ് എന്ന് പറയുന്നത്. നമുക്ക് ചിലപ്പം തോന്നിയേക്കാം അല്ലെ, കുറേ ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് മരിച്ച ആളുകളുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണെങ്കിലും ഈവൻ അതിന്റെ മുമ്പാണെങ്കിലും അങ്ങനെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ആളുകള്, അവര് ആയിരക്കണക്കിന് വർഷങ്ങള് സുബ്ഹാനല്ലാഹ് റൂഹിന്റെ ഫോമില്, അതായത് മരണത്തിന് ശേഷമുള്ള ബർസഖില് ജീവിക്കുന്നുണ്ട് അല്ലേ. എത്ര കൊല്ലം അവര്
അവിടെ ആ ഒരു ഫോമിൽ കാത്തിരിക്കണം യൗമുൽ ഖിയാമയ്ക്ക് വേണ്ടിയിട്ട് അല്ലെ. ഇപ്പൊ ഈവൻ നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഇനിയും കുറേ കാലം കഴിഞ്ഞിട്ടായിരിക്കും യൗമുൽ ഖിയാമ ഉണ്ടാവുന്നത്. അപ്പൊ അത്രയും വർഷം ബർസഖിലല്ലേ നമ്മൾ ജീവിക്കുന്നേ, സുബ്ഹാനല്ലാഹ് എന്ന് തോന്നിയേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, എല്ലാവരുടെയും മരണം അല്ലെ, ഓരോ വ്യക്തിയുടെയും മരണം അവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആരംഭമാണ്. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെയാ? നമ്മൾ മരിക്കുമ്പോ തന്നെ നമ്മളുടെ ഉയർത്തെഴുന്നേൽപ്പാണെന്നാ പറയുന്നത്. അതെങ്ങനെയാണ്? ഈ ടൈം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, ടൈം, മണിക്കൂറും മിനിറ്റും കാര്യങ്ങളും ഒക്കെ ഈ നമ്മളുടെ ഭൗതിക ലോകത്ത് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവന് ടൈം സോൺ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം 1000 വർഷങ്ങൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കണ്ണ് അടച്ചു തുറക്കുന്ന സമയം മാത്രമായിരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളുടെ ഒരു ഉറക്കം പോലെ അല്ലെ പലപ്പോഴും. ഇതിനൊരു ഉദാഹരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയില്, അതായത് ഒരു വ്യക്തി ഒരു പട്ടണം മൊത്തത്തില് നശിച്ചു പോയപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് ഇവരെയൊക്കെ മരണത്തിന് ശേഷം തിരിച്ചു കൊണ്ടുവരാ എന്ന് ചോദിക്കുന്ന ഒരു ഉദാഹരണം പറയപ്പെടുന്നുണ്ട്. അത് സൂറത്ത് ബഖറയില് 259 ആയത്തില് എന്താ പറയുന്നത്? അല്ലെങ്കിൽ ഇതാ മറ്റൊരാളുടെ ഉദാഹരണം. മേൽക്കൂരകളോടെ വീണടിഞ്ഞു കിടക്കുകയായിരുന്ന ഒരു പട്ടണത്തിലൂടെ അദ്ദേഹം സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിർജീവമായി പോയതിനു ശേഷം ഇതിനെ എങ്ങനെയായിരിക്കും അള്ളാഹു ജീവിപ്പിക്കുന്നത്? ഓക്കെ, നിർജീവമായി പോയതിനു ശേഷം എങ്ങനെയായിരിക്കും അള്ളാഹു ജീവിപ്പിക്കുന്നത്? തുടർന്ന് അള്ളാഹു അദ്ദേഹത്തെ 100 വർഷം നിർജീവാവസ്ഥയിലാക്കുകയും പിന്നീട് അദ്ദേഹത്തെ ഉയർന്നെഴുന്നേൽപ്പിക്കുകയും ചെയ്തു. ഇയാളെ 100 വർഷം മരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നിർജീവാവസ്ഥയിലാക്കിയിട്ട് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അള്ളാഹു ചോദിച്ചു, നീ എത്ര കാലം നിർജീവാവസ്ഥയിൽ കഴിച്ചുകൂട്ടി? അദ്ദേഹം പറയുന്ന മറുപടി, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ അല്പഭാഗമോ ആണ് ഞാൻ കഴിച്ചുകൂട്ടിയത്. അദ്ദേഹം മറുപടി പറഞ്ഞു, അല്ല, നീ 100 വർഷം കഴിച്ചുകൂട്ടിയിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ടൈം എന്ന് പറയുന്ന സംഭവം ഈ ഭൗതിക ലോകത്ത് മാത്രം ഉള്ളതാണ്. പലപ്പോഴും ഈ കോമയിലായ ആളുകളൊക്കെ, നിങ്ങൾ അങ്ങനെയുള്ള കഥകളോ അല്ലെങ്കിൽ ഈവൻ എവിടെയെങ്കിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, കോമയിൽ നിന്ന് എഴുന്നേറ്റ ആളുകൾ ചിലപ്പോൾ വർഷങ്ങളോളം കോമയിലായിരിക്കും. പക്ഷെ അവർ എഴുന്നേൽക്കുമ്പോൾ ഹേയ് അധികകാലമൊന്നും ആയിട്ടില്ലല്ലോ, കുറച്ച് സമയം ആയിട്ടുള്ളൂ എന്ന് അവർക്ക് തോന്നും. ഈവൻ നമുക്കും ചിലപ്പോൾ നമ്മൾ പകലൊക്കെ ഉറങ്ങി പോവാണെങ്കിൽ ചിലപ്പോൾ 3-4 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ എണീക്കുമ്പോൾ ഇപ്പൊ കണ്ണടച്ചിട്ടല്ലോ, രാത്രിയും അതെ അല്ലെ, നമ്മൾ നിസ്കരിക്കാനൊക്കെ അലാറം വെച്ച് എണീറ്റിട്ട് അലാറം അടിക്കും, പക്ഷേ ഇപ്പൊ കിടന്നിട്ടല്ലേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും അല്ലെ. ആണല്ലോ, നമുക്ക് പക്ഷെ അറിയാം നമ്മൾ എത്ര മണിക്കൂറാ ഉറങ്ങിയത്. കാരണം നമ്മളിപ്പോ 10 മണിക്ക് കിടന്നിട്ടുണ്ട്, 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് എണീക്കുമ്പോൾ നമുക്കറിയാം ഇത് ഇത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ സമയമുണ്ട്, സമയം അളക്കാനുള്ള ഉപകരണങ്ങളും ഉണ്ട്. സുബ്ഹാനല്ലാഹ് അല്ലെ. പക്ഷെ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ, ഭൗതിക ലോകം വിട്ട് കഴിഞ്ഞാൽ പിന്നെ സമയം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ശരിക്കും നമുക്ക് ഈ ഉറക്കം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഉറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് സമയത്തിന്റെ അളവ് അല്ലെങ്കിൽ മനസ്സിലാവില്ല എന്ന് ഉള്ളത് നമുക്ക് മനസ്സിലാക്കി തന്ന റബ്ബുണ്ടല്ലോ, അത് റബ്ബിന്റെ റഹ്മത്ത് അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം വൈബായിട്ടുള്ള കാര്യമാണ്. അതായത് ബർസഖില് അല്ലെങ്കിൽ റൂഹിന്റെ അവസ്ഥയിലായിരിക്കുമ്പം അവിടെ ടൈം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ല നമ്മളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവേ ഇല്ല. പക്ഷെ നമ്മളെ ഉറക്കം നമുക്ക് അതിനൊരു ചെറിയൊരു ഉദാഹരണമാക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട് അല്ലെ. ബൈബിളിലുള്ള പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അതിന്റെ മൈന്യൂട്ട് ഫോമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഉദാഹരണങ്ങൾ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. ഉറക്കത്തിനെ ഇതുപോലെ ടൈംലെസ് ആക്കിയിട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അല്ലെ, ഉറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, നമുക്ക് ഒപ്പം ഉറങ്ങി എണീറ്റുള്ളൂ എന്നുള്ള ആ ഒരു തോന്നൽ നമുക്ക് തന്നിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബർസഖിലെ ടൈംലെസ് കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാവേ ഉണ്ടായിരുന്നില്ല. അതുപോലെ നമുക്ക് ഭൂമിയിൽ പല പ്ലഷേഴ്സ് അല്ലെ, നല്ല അനുഭൂതികൾ, സമാധാനം, മനസ്സിന്റെ സമാധാനം, മനസ്സിന്റെ സന്തോഷം, ഈവൻ ശരീരത്തിന്റെ പ്ലഷറുകൾ അല്ലെ, എന്താണ്, ശരീരത്തിന്റെ സുഖങ്ങൾ ഉണ്ട് അല്ലെ, പലതരത്തിലുള്ള സുഖങ്ങൾ. അതൊക്കെ വളരെ ചെറിയ ഫോമാണ് സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. പക്ഷെ ആ ഫോമിൽ പോലും നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, അത് നമുക്ക് ഒരുപക്ഷെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ചിലപ്പം ശാരീരിക സുഖങ്ങൾ അല്ലെ, ലൈംഗിക സുഖം എന്ന് പറഞ്ഞാണെങ്കിലും, ഇനി മനസ്സിന്റെ സന്തോഷം, സമാധാനം എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ നമുക്ക് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ ഫീലിംഗ് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട് അല്ലെ. അത് തന്നിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിലെ സുഖങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ലായിരുന്നു. നമുക്ക് അത് ഇമാജിൻ ചെയ്യാൻ പോലും നമ്മളെ കൊണ്ട് പറ്റൂലായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ നമുക്കത് പറ്റുന്നത് എന്തുകൊണ്ടാ? അതിന്റെ ചെറിയ ഫോമെങ്കിലും ഇവിടെ വൈബായിട്ടുള്ള പല കാര്യങ്ങളും അനുഭവിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ അതിന് കംപ്ലീറ്റ് നിഷേധിക്കുമായിരുന്നു.
ഒരു ഉദാഹരണം പറയാം. ഒരു 4-5 വയസ്സുള്ള ഒരു കുട്ടീന്റെ അടുത്ത്, ഒരു 2-3 വയസ്സുള്ള ഒരു ആൺകുട്ടീന്റെ അടുത്ത് പറയാം, നിനക്ക് സ്വർഗത്തിൽ ഹൂറുലീങ്ങൾ ഉണ്ടാവുന്നു. അവനെന്ത് ഹൂറുലീൻ അല്ലെ? അവൻ ആ ശാരീരിക സുഖം അല്ലെങ്കിൽ ലൈംഗിക സുഖം അല്ലെങ്കിൽ ആ ഒരു സ്ത്രീന്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന ആ ഒരു ഫീലിംഗ് ഒരു പക്ഷെ അവൻ അറിയില്ലായിരിക്കും. പക്ഷെ അവന്റെ അടുത്ത് പറയും നിനക്ക് അവിടെ ചെന്ന് ഫെറാറി കാറ് തരും. അവന് ഭയങ്കര സന്തോഷമായിരിക്കും അല്ലെ? കാരണം അവന് അപ്പൊ മനസ്സിലാവുന്ന സന്തോഷം അല്ലെങ്കിൽ സുഖം എന്ന് പറയുന്നത് അതാണ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് മനസ്സിലാവുന്ന ചെറിയ ചെറിയ ഫോമിലുള്ള പല കാര്യങ്ങളും ഗൈബിനെ കുറിച്ച് ഭൂമിയിൽ ആ അനുഭവങ്ങൾ അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് അത് അള്ളാഹുവിന്റെ കാരുണ്യാണ് അല്ലെ? അള്ളാഹുവിന്റെ സ്നേഹമാണ്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നിഷേധിക്കാതിരിക്കുന്ന രീതിയിൽ നമ്മുടെ മനസ്സിനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. അതുപോലെ നമ്മളെ മനുഷ്യന്മാരുടെ ഇടയിലെ സ്നേഹവും കാരുണ്യവും ഒന്നും അള്ളാഹു സുബ്ഹാനഹു വതആല ഇട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല എന്നെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ, മാതാപിതാക്കള് മക്കളുടെ ഇടയിൽ, സുഹൃത്തുക്കളെ ആ ഒരു സ്നേഹവും കാരുണ്യവും ഒന്നും ഇട്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ സുഖം നമ്മൾ അനുഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ അനുഭവിക്കാൻ നമുക്ക് പറ്റില്ല, അതിനുള്ള കപ്പാസിറ്റി നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ലായിരുന്നു അല്ലെ? അതൊക്കെ നമുക്ക് അതിന്റെ സുഖം അറിഞ്ഞത് കൊണ്ട് നമുക്ക് അത് വേണം എന്നുള്ള തോന്നലുണ്ട്. ആ സ്നേഹം ആ കാരുണ്യം ഒക്കെ നമുക്ക് വേണം എന്നുള്ള തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും വേണം നമുക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാ ഇതെല്ലാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ബർസഖിലെ ജീവിതത്തിനെ കുറിച്ചല്ലേ. അപ്പൊ ബർസഖില് കാലങ്ങളോളം ജീവിക്കേണ്ടി വരും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അവിടെ ടൈമിന് യാതൊരു പ്രസക്തിയും ഇല്ല. അപ്പം അതാണ് ബർസഖിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ബർസഖിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ ഈ തൊട്ട് മുമ്പേ പറഞ്ഞ ആ ഒരു ഹദീസ്, അതിന് ഒരു എക്സ്റ്റെൻഡഡ് പാർട്ട് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കും. ഈ എക്സ്റ്റൻഷൻ, ആ ഹദീസിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് പല റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്, പല ക്ലാസിഫിക്കേഷനോട് കൂടി. അതായത് സുനൻ അബുദാവുദിൽ വന്നിട്ടുണ്ട്, മിഷ്കാത്തുൽ മസാബിഹ്, മുവത്ത മാലിക്, മുസ്നദ് അഹ്മദ്, ജാമി തിർമിദി എക്സെട്ര, അങ്ങനെ പല ഹദീസുകളിൽ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പറയുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ചിലതൊക്കെ വൈഫായിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസാണ്. എന്നാൽ സുനൻ അബൂദാവൂദിൽ വന്നിട്ടുള്ള ഒരു വേർഷൻ, അതായത് 4703 ഹദീസിന്റെ നമ്പർ, ഓക്കെ, 4703, അത് അൽബാനി സഹീഹാക്കി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളതാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട്. അതാണ് നമ്മളിവിടെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത്. ഓക്കെ, അതിന്റെ ടെക്സ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ജസ്റ്റ് ഒരു അറബിക് ടെക്സ്റ്റിന്റെ ട്രാൻസ്ലേഷൻ മാത്രമാണ്, കറക്റ്റ് മലയാളം ഹദീസിന്റെ ടെക്സ്റ്റ് അല്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് പറയാം. അപ്പൊ നമ്മളിപ്പോ തൊട്ട് മുമ്പേ പറഞ്ഞ ആദം അലൈഹി ഇസ്ലാമിൽ നിന്ന് എടുത്ത ഉടമ്പടിയുടെ ആ ഹദീസിന്റെ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ പറയാൻ പോണത്. നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ആ ഹദീസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് പല റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട്, പക്ഷെ ചിലതൊക്കെ വൈഫായിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ സുനൻ അബൂദാവൂദിൽ വന്നിട്ടുള്ള 4073 ഹദീസ് അൽബാനി സഹീഹാക്കിയാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട് അല്ലെങ്കിൽ നറേറ്റ് ചെയ്തതായിട്ട് പറയപ്പെടുന്ന ഭാഗമാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അപ്പൊ നോക്കാം. അപ്പം ആ ഒരു ഹദീസിന്റെ കണ്ടിന്യൂഷൻ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പലരെയും സൃഷ്ടിച്ച, മീൻസ് ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ റൂഹുകളെ സൃഷ്ടിച്ച് ആദം അലൈഹി ഇസ്ലാമിന് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു അല്ലെ. എന്നിട്ട് അതിൽ ചിലരെ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ചില സന്തതികൾ, ആദം അലൈഹി ഇസ്ലാമിന്റെ ചില സന്തതികൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ഞാൻ ഈ ആളുകളെ സ്വർഗത്തിനായിട്ട് സൃഷ്ടിച്ചു, അവർ സ്വർഗവാസികളുടെ പ്രവർത്തികൾ ചെയ്യും. എന്നിട്ട് വേറെ ചിലരെ കാണിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ഈ ആളുകളെ ഞാൻ നരകാഗ്നിക്കായി സൃഷ്ടിച്ചു, അവർ നരകവാസികളുടെ പ്രവർത്തികൾ ചെയ്യും. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുമ്പം ചോദ്യങ്ങളുടെ പെരുമഴയായിരിക്കും നമ്മുടെ ഉള്ളിൽ. നിങ്ങൾ ഒരു പക്ഷെ മുമ്പ് കേട്ടിട്ടുള്ളതായിരിക്കാം, എക്സ്പ്ലനേഷൻ കേട്ടിട്ടുള്ളതായിരിക്കാം, അറിയാത്തവർ ശ്രദ്ധിക്കാം. ഓക്കെ, അങ്ങനെ കുറച്ച് ആളുകളെ കാണിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറയും, ഇവരെ ഞാൻ സ്വർഗത്തിനായി സൃഷ്ടിച്ചു, അവർ സ്വർഗവാസികളുടെ പ്രവർത്തികൾ ചെയ്യും. വേറെ ചിലരെ കാണിച്ചിട്ട് പറയും, നരകത്തിനായി സൃഷ്ടിച്ച് നരകവാസികളുടെ പ്രവർത്തികൾ ചെയ്യും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറഞ്ഞപ്പോൾ സ്വഹാബിമാർ സ്വാഭാവികമായിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തീർച്ചയായും അള്ളാഹു തന്റെ ദാസന്മാരിൽ ഒരാളെ സ്വർഗത്തിനായി സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗവാസികളുടെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് മരിക്കുന്നത് വരെ അവരുടെ പ്രവൃത്തികൾ ചെയ്യാൻ അവനെ സഹായിക്കുന്നു. എന്നിട്ട് അത് നിമിത്തം അവനെ സ്വർഗത്തിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ നരകാഗ്നിക്ക് വേണ്ടി ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ നിവാസികളുടെ പ്രവൃത്തി, അതായത് നരകത്തിലെ നിവാസികളുടെ പ്രവൃത്തി ചെയ്തുകൊണ്ട് മരിക്കുന്നത് വരെ അവരുടെ പ്രവൃത്തികൾ ചെയ്യാൻ അവനെ സഹായിക്കുന്നു. എന്നിട്ട് അത് നിമിത്തം അവനെ നരകത്തിലാക്കുകയും ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്.
മനസ്സിലാക്കാൻ കുറേ ഉണ്ട്, കുറച്ച് നമുക്ക് ചിന്തിക്കാനും ഉണ്ട്, ശ്രദ്ധിക്കാം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ഖദറാണ് അല്ലെ. ഇതിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖദറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഏതൊരു മനുഷ്യനും ഭൂമിയിലേക്ക് വരുമ്പം അവൻ എവിടെ അവസാനിക്കും, സ്വർഗത്തിൽ അവസാനിക്കോ നരകത്തിൽ അവസാനിക്കോ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഖദറിൽ പെട്ടതാണ്. അള്ളാഹു ഓൾറെഡി അത് എഴുതി വെച്ചിട്ടുണ്ട്. എക്സാമ്പിൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഓരോ സൃഷ്ടിയും എന്ത് ചെയ്യും, എവിടെ എത്തും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് അറിയാം. നമ്മൾ സൂറത്ത് ബഖറയിൽ 29-ാമത്തെ ആയത്തിൽ പഠിച്ചിരുന്നു, ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർദി ജമീഅ. അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത് അല്ലെ. മനുഷ്യർക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചത് അള്ളാഹു സുബ്ഹാനഹു തആലയാണെന്ന് പറഞ്ഞു. തുടർന്ന് 30-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഇദ് ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ. ഞാൻ ഇതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അതായത് ഭൂമിയിൽ ഖലീഫ അല്ലെ, മനുഷ്യന്മാരെ കൊണ്ടുവരുന്ന ആ ഒരു കാര്യമാണ് 30-ാമത്തെ ആയത്തിൽ പറയുന്നത്. എന്നാൽ 35-ാമത്തെ ആയത്തിൽ നമ്മൾ കണ്ടു, വഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുകയും അല്ലെ, വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ. അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചു കൊള്ളുകയും ചെയ്യുക. വലാ തഖറബാ ഹാദിഹി ശജറത ഫതകൂനാ മിനൽ ളാലിമീൻ. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമകാരികളായി തീരുമെന്ന് ഞാൻ ആജ്ഞാപിച്ചു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മള് ഇപ്പൊ തൊട്ടു മുമ്പേ പറഞ്ഞു അല്ലെ, മനുഷ്യരെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുമ്പം അള്ളാഹു സുബ്ഹാനഹു തആല അവരെ നരകത്തിലേക്ക് തള്ളിവിടും എന്നുള്ളതല്ല. ഇപ്പം ആദം അലൈഹിസ്സലാം, സുബ്ഹാനല്ലാഹ്, ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ അല്ലെ, ആദം എന്താണ്, വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. സ്വർഗത്തില് ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചിട്ട് ആദം അലൈഹിസ്സലാമിനോട് അവിടെ ജീവിക്കാൻ വേണ്ടത് എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുക്കുക ചെയ്തല്ലേ. അല്ലാതെ ഭൂമി അള്ളാഹു ഓൾറെഡി അള്ളാഹ് എന്താണ് ഭൂമി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അള്ളാഹ്ക്ക് അറിയാം ഇവരെ ഞാൻ ഭൂമിയിലേക്കാണ് ഉണ്ടാക്കിയതെന്ന് അല്ലെ. ഒന്ന് ആലോചിച്ചോക്കെ, ഭൂമി ഉണ്ടാക്കിയ കാര്യം അതിന്റെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഭൂമിയും ഭൂമിയിലുള്ള സകലതും ഉണ്ടാക്കിയ കാര്യം പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്മാരെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന അള്ളാഹു സുബ്ഹാനഹു തആല അതിന്റെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ആദം അലൈഹിസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു തആല എന്താ പറഞ്ഞത്? ഇത് സ്വർഗ്ഗമാണ്, ഇവിടെ നിങ്ങൾ ജീവിച്ചോ, ഇവിടെ ജീവിക്കാൻ നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം എന്നല്ല. ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സുബ്ഹാനഹു തആല ഭൂമിയിലേക്ക് തള്ളിവിട്ടിട്ടില്ല. അപ്പൊ അല്ലെ, അള്ളാഹ്ക്ക് ഭൂമി ആദം അലൈഹി ഇസ്ലാമിന് ഉള്ളതാണെന്ന് അറിയാം. അള്ളാഹു അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെ. ഭൂമിയിലെ എല്ലാ രീതിയിൽ ആദം അലൈഹി ഇസ്ലാമിന് വേണ്ടതെല്ലാം സംവിധാനിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും അള്ളാഹു സുബ്ഹാനഹു തആല ജന്നത്തില് സ്വർഗത്തില് സൃഷ്ടിച്ചിട്ട് സ്വർഗത്തിൽ എന്താ വേണ്ടതാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. പക്ഷേ അള്ളാഹ്ക്ക് അറിയാം എന്ത്, ആദം അലൈഹി ഇസ്ലാം നിശ്ചയമായും ഞാൻ സ്വർഗത്തിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു ഉപദേശത്തിനെ അനുസരണക്കേട് കാണിക്കും, ഭൂമിയിലെത്തും. അതുകൊണ്ട് അള്ളാഹു ഭൂമി അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് ആദം അലൈഹി ഇസ്ലാമിന് ഒരു തരത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ ഫോഴ്സ് ചെയ്യുന്നില്ല അല്ലെ. ഭൂമിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ ഭംഗിയായിട്ട് പറഞ്ഞത്, ആ സ്വർഗം നീ സന്തോഷോ അടിച്ചു പൊളിച്ചോ ജീവിച്ചോ, ഇന്നത് മാത്രം ചെയ്യരുതെന്നല്ലേ. അപ്പം അതുപോലെ ഒരാള് നരകത്തിലേക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറയുമ്പം അള്ളാഹു സുബ്ഹാനഹു തആല അവരെ നരകത്തിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്യുന്നില്ല. ഓക്കെ, ഒരു ചെറിയ വ്യത്യാസം ഉണ്ട് അവിടെ. അതായത് ഒരു വ്യക്തിനെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് ഓക്കെ, ഒരു വ്യക്തിനെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചു അള്ളാഹു സുബ്ഹാനഹു തആല, എന്നിട്ട് അവന് നരകത്തിൽ എത്താൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു, അങ്ങനെ അവൻ നരകത്തിലെത്തി എന്ന് പറയുന്നതും, ഒരു വ്യക്തിനെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചു എന്നിട്ട് അവന് സ്വർഗവും നരകവും തെരഞ്ഞെടുക്കാനുള്ള ചോയ്സ്, സ്വർഗത്തിലേക്ക് പോകാനും നരകത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ കൊടുത്തു, സ്വർഗത്തിലേക്ക് പോകാൻ എന്താ വേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തു, എന്നിട്ട് അവൻ നരകത്തിലെത്തി എന്ന് പറയുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട് അല്ലെ. അള്ളാഹ് ഫോഴ്സ് ചെയ്ത് നരകത്തിലെത്തിക്കുന്നതും അള്ളാഹു രണ്ട് സാഹചര്യങ്ങളും കൊടുത്തിട്ട് അവൻ അവിടെ എത്തി എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഈ രണ്ട് കാര്യത്തിലും ഒരു കാര്യം ഉറപ്പാണ്, എന്ത്, അള്ളാഹ്ക്ക് അറിയാം ഇവൻ എവിടെയാ എത്തുക എന്നുള്ളത്. അള്ളാഹ് ചോയ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അള്ളാഹ്ക്ക് അറിയാം. അതിനെങ്ങനെ മനസ്സിലാക്കണം, നമുക്ക് പോകെ ഉദാഹരണം വെച്ചിട്ട് എടുക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെ കേൾക്കുമ്പം അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ അള്ളാഹ് എന്തിനാ വെറുതെ സൃഷ്ടിച്ചതല്ലേ. ഓൾറെഡി നരകത്തിലേക്കാണ് പോണത്, അവരെ കാര്യം ഭയങ്കര കഷ്ടാണല്ലേ. അവര് നരകത്തിലേക്ക് പോകുന്ന അറിഞ്ഞുകൊണ്ട് പിന്നെ എന്തിനാ അവരെ സൃഷ്ടിച്ചു, പാവല്ലേ. സുബ്ഹാനല്ലാഹ്, ഇത് മനസ്സിലാക്കണമെങ്കിൽ സ്വാഭാവികമായും നമ്മളെ മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, അവര് നരകത്തിലേക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് അള്ളാഹു എന്തിനാ പിന്നെ അവരെ സൃഷ്ടിച്ചത്? ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദീനില് പല കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല എങ്ങനെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ മേലെ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അതിലേക്ക് പോവാം.
ഈ നരകത്തിലേക്ക് പോവും എന്ന് ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് എത്തുന്ന ഉദ്ദേശിച്ചുകൊണ്ട് ചില ആളുകളെ സൃഷ്ടിച്ചത് ശരിക്കും വലിയൊരു നന്മയുടെ ഭാഗമാണ്. അവര് ഈ നരകത്തിലേക്ക് പോകുന്ന ആളുകൾ തിന്മ ചെയ്യും അല്ലേ? ഉറപ്പായിട്ടും തിന്മ ചെയ്യും. തിന്മ ചെയ്തിട്ടാണ് അവർ നരകത്തിലെത്തുക. പക്ഷെ അവര് ചെയ്യുന്ന ആ തിന്മകള് വലിയൊരു നന്മയ്ക്ക് കാരണമായി തീരാണ്. അതെങ്ങനെയാണ് മനസ്സിലാക്കാം. അതായത് ഈ നരകത്തിലേക്ക് എത്തുന്ന ആളുകൾ എന്ന് പറയുമ്പം അവരിലെ പീക്കാണ് ആര്? ഇബ്ലീസ്, ഷൈത്താൻ. ഷെയ്ത്താന്റെ ഉദാഹരണം വെച്ചിട്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ നോക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടം ആളുകളെ നരകത്തിലേക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അവര് നരകത്തിലെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരുന്ന് അവർ അവസാനം നരകത്തിൽ തന്നെ അവസാനിക്കും. അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയുകയും ചെയ്യാം അല്ലെ. അപ്പം നരകത്തിലേക്കാണ് അവർ എത്തുക എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവരെ സൃഷ്ടിച്ചത് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ പറഞ്ഞത് അത്തരത്തിലുള്ള ആളുകൾ ചെയ്യുന്ന തിന്മകള് വലിയൊരു നന്മയ്ക്ക് കാരണമാവുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഈ നരകത്തിലേക്ക് എത്തുന്ന ആളുകളിലെ ഏറ്റവും പീക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ഇബ്ലീസ് ആണ്. അപ്പൊ ഇബ്ലീസിന്റെ ഉദാഹരണം എടുത്തത് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ സൃഷ്ടിച്ചത് ഈ പറഞ്ഞ പോലെ തന്നെ അല്ലെ, ഇബ്ലീസ് നരകത്തിൽ പോകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പിന്നെ എന്തിനാ ഇബ്ലീസിനെ സൃഷ്ടിച്ചു? നമുക്കറിയാം, ഇബ്ലീസ് ആണ് ആദം അലൈഹിസ്സലാമിനെ കൊണ്ട് അനുസരണക്കേട് കാണിപ്പിച്ചത് അല്ലെ. ഇബ്ലീസ് ആണ് ആദം അലൈഹി ഇസ്ലാമിനെ ആ സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ആ സാഹചര്യത്തിൽ ആദം അലൈഹി ഇസ്ലാമിന് ടെംപ്റ്റേഷൻ കൊടുത്തിട്ട് ആ അനുസരണക്കേട് കാണിച്ചിട്ട് ആദം അലൈഹി ഇസ്ലാം തൗബ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങി. ഈ തൗബ എന്ന് പറയുന്ന കാര്യം സുബ്ഹാനല്ലാഹ്, നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ തിരിഞ്ഞ് മടങ്ങി ചെല്ലുക എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭയങ്കര പീക്കായിട്ടുള്ള കുറെ സിഫാത്തുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത്, അള്ളാഹു അൽ ഗഫൂറാണ്, അള്ളാഹു തവ്വാബാണ് അല്ലെ. അള്ളാഹുവിന്റെ കുറേ സിഫത്തുകളുണ്ട്. അള്ളാഹു കുറേ സിഫത്തുകൾ ഉണ്ടായിട്ടും ആ സിഫത്തുകൾ നമുക്ക് കാണാണ്ട് നമ്മൾ അറിയാണ്ട് നിൽക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് സിഫത്തുകൾക്ക് ഒരു വാല്യൂ ഉണ്ടാവില്ല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയിട്ടുള്ള അള്ളാഹുവിന്റെ സിഫത്തുകളിൽ പെട്ടാണ് റഹ്മത്ത്, അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് അല്ലെ, അള്ളാഹു തൗബ സ്വീകരിക്കല്. അപ്പൊ നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആ സിഫത്തുകൾക്കൊന്നും ഒരു വാല്യൂ ഇല്ലാണ്ടാവും. അങ്ങനെ നമ്മൾക്ക് തൗബ ചെയ്ത് മടങ്ങണമെങ്കിൽ നമ്മൾ തെറ്റുകൾ ചെയ്യണം അല്ലെ. നമ്മൾ തൗബ ചെയ്ത് മടങ്ങുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർ-റഹ്മാൻ, അർ-റഹീം, അൽ-ഗഫൂർ, അത്ത്-തവ്വാബ്, അൽ-ഗാഫിർ എന്നൊക്കെ പറയുന്ന അള്ളാഹുവിന്റെ സിഫത്തുകൾ നമ്മുടെ മേൽ എവിഡന്റ് ആവുന്നത്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ നമ്മൾ തൗബ ചെയ്ത് മടങ്ങണമെങ്കിൽ നമ്മൾ തെറ്റുകൾ ചെയ്യണം. നമ്മൾ തെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളെ ഷെയ്ത്താൻ നമ്മളെ ട്രിക്ക് ചെയ്യണം അല്ലെ. നമ്മൾ ഇതുപോലെ ആദം അലൈഹി ഇസ്ലാമിനെ എങ്ങനെ തെറ്റ് ചെയ്യിപ്പിച്ചോ അതുപോലെ നമ്മൾ തെറ്റുകൾ ചെയ്യണം. അപ്പോഴേ നമുക്ക് തൗബ ചെയ്ത് മടങ്ങാൻ പറ്റുള്ളൂ അല്ലെ. ഈ ലോകം ഭയങ്കര സെയിൻറ്റ്ലി ആണ്. അതായത് വിശുദ്ധന്മാര് മാത്രം ജീവിക്കുന്ന, സന്യാസിമാർ മാത്രം ജീവിക്കുന്ന, നല്ല ആളുകൾ മാത്രം ജീവിക്കുന്ന ഒരു ലോകമാണെങ്കിൽ ഒരു ടെംപ്റ്റേഷനും ഇല്ല, ഒരു എന്താ പറയാ ലൈംഗികത അല്ലെങ്കിൽ സിനായും ഇല്ല, ഒരു തരത്തിലുള്ള അക്രമങ്ങളും ഇല്ല, മ്യൂസിക് ഇല്ല, പോണില്ല, അതില്ല, ഇതില്ല, അങ്ങനെ ഒന്നും അല്ല എന്ന് വിചാരിക്കുക. കാരണം ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ആരാ? ഇബ്ലീസും ഇബ്ലീസിന്റെ പിൻഗാമികളായിട്ടുള്ള നരകത്തിലേക്ക് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതൊന്നും ഇല്ലാന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാനൊരു അവസരം ഉണ്ടായിരുന്നില്ല, തൗബ ചെയ്ത് മടങ്ങാനൊരു അവസരമില്ല അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാനുള്ള ഒരു അവസരം നമുക്ക് ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ നമ്മളുടെ ടെസ്റ്റ് എന്ന് പറയുന്നത് ഭൂമിയിലെ ടെസ്റ്റിന് ഒരു അർത്ഥം ഇല്ലാണ്ടാവായിരുന്നു അല്ലെ, ഒരു അർത്ഥം ഇല്ലാണ്ടായി പോവായിരുന്നു. നമുക്ക് ടെസ്റ്റ് ഇല്ല, അതായത് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിലെ ഇബ്ലീസിന്റെ കൂട്ടരും തരുന്ന ടെംപ്റ്റേഷൻസും അല്ലെ, മ്യൂസിക്കും ഫൈറ്റും അടിയും പ്രശ്നങ്ങളും വയലൻസും ഒന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, അതുപോലത്തെ പരീക്ഷണങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ അതുപോലെയുള്ള തിന്മകളും ചെയ്യില്ലായിരുന്നു, നമുക്ക് അതുപോലെയുള്ള ടെസ്റ്റുകളും ഉണ്ടാവില്ലായിരുന്നു, നമുക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. അപ്പം ആദം അലൈഹിസ്സലാമിന്റെയും ആദമിന്റെ സന്തതികളുടെയും മിസ്റ്റേക്സ്, തിന്മകള് ഇബ്ലീസിന്റെ ഷൈത്താന്റെ പ്രവർത്തികളുടെ ഫലമാണ്. ഈ പ്രവർത്തികൾ കാരണം ആദം അലൈഹി ഇസ്ലാമിനും ആദമിന്റെ സന്തതികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ പറ്റുന്നത്, ആ മടക്കം മനുഷ്യനെ ഭയങ്കര ഉത്തമ സൃഷ്ടികളാക്കി മാറ്റാണ്. സുബ്ഹാനല്ലാഹ്,
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ, നമ്മൾ മനുഷ്യന്മാര് അള്ളാഹുവിലേക്ക് തെറ്റ് ചെയ്തുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ഹദീസ് നോക്കാം, മുസ്ലിമിൽ വന്ന റിപ്പോർട്ടാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ആത്മാവ് നിയന്ത്രിക്കുന്ന അള്ളാഹുവിങ്കൽ സത്യം, അതായത് അള്ളാഹു ആണേ സത്യം, നിങ്ങൾ പാപങ്ങൾ ചെയ്യുന്നവരല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ മാറ്റി തെറ്റുകൾ ചെയ്യുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുന്ന മറ്റൊരു ജനതയെ കൊണ്ടുവരുന്നതാണ്. സുബ്ഹാനല്ലാഹ് അല്ലേ. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ ആരും തെറ്റ് ചെയ്യാത്ത വിശുദ്ധന്മാരായിരുന്നു എന്നുണ്ടെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തിട്ട് തെറ്റ് ചെയ്തിട്ട് തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു കൂട്ടരെ കൊണ്ടുവരുമായിരുന്നു. അപ്പം ഇബ്ലീസിന് ഒരു റോൾ ഉണ്ട് അല്ലെ. ഇബ്ലീസ് ഇല്ലായിരുന്നെങ്കിൽ ഇതിനൊന്നും ഒരു അർത്ഥമില്ലാണ്ടായി പോവായിരുന്നു. അതുപോലെ ഇബ്ലീസിന്റെ സന്തതികളായിട്ടുള്ള, സുബ്ഹാനല്ലാഹ്, ഇബ്ലീസിന്റെ പിൻഗാമികളായിട്ടുള്ള നരകത്തിലേക്ക് സൃഷ്ടിക്കപ്പെട്ട ആളുകൾ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മളുടെ ടെസ്റ്റിന് ഒരു അർത്ഥം ഇല്ലാണ്ടായി പോവായിരുന്നു. നമുക്ക് തിന്മ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവില്ലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മടങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യാത്തവരായിരുന്നു എന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കംപ്ലീറ്റ് മാറ്റിയിട്ട് പുതിയൊരു തരം സൃഷ്ടികളെ ഭൂമിയിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അപ്പൊ അത്രത്തോളാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കുക. നമ്മളൊരു എന്തെങ്കിലും ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കും. ഓക്കെ, നമ്മളൊരു റിയൽ ടൈം എക്സാമ്പിൾ നോക്കാം. ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു നോക്കാം. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ കോഴ്സ് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെ, പാസ്സായി അടുത്ത ലെവലിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് എടുക്കണം അല്ലെ. നമ്മൾ ടെസ്റ്റ് എഴുതാതെ നമുക്ക് എന്തായാലും പറ്റൂല. ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന് ക്വസ്റ്റ്യൻസ് വേണം അല്ലെ, പ്രയാസങ്ങളുള്ള ചോദ്യങ്ങൾ വരണം. ഇനി ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ആ കോഴ്സിന്റെ ഭാഗമായിട്ട് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് എഴുതാം. ഒരു ഉദാഹരണം പറയാം. ഒരു മെഡിക്കൽ സ്റ്റുഡന്റ്, ഒരു കാർഡിയോ സ്റ്റുഡന്റ്, അതായത് ഹാർട്ടിന് സംബന്ധിക്കുന്ന പഠിക്കുകയോ സർജറിയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ്. ഓക്കെ, ആ സ്റ്റുഡന്റിന് പ്രാക്ടിക്കൽ ടെസ്റ്റിന്റെ ഭാഗം അതിന് ആ ഒരു സ്റ്റുഡന്റിന് ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഒരു ഹാർട്ടില്, ഒരു മനുഷ്യൻ ഫങ്ഷൻ ചെയ്യാത്ത ഒരു ഹാർട്ട്, അല്ലെങ്കിൽ ഒരു മിസ്ഫങ്ഷനാലിറ്റി ഉള്ള ഒരു ഹാർട്ട് അല്ലെ, ഒരു അറ്റാക്ക് വന്ന ഹാർട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഹാർട്ട് അവന്റെ മുമ്പിൽ എത്തിയാൽ മാത്രമേ അവൻ അവിടെ അതൊരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ആയിട്ട് ആ ഹാർട്ടിനെ ശരിയാക്കിയിട്ട് ആ ടെസ്റ്റ് പാസ്സാവാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം അവിടെ ഒരു പരീക്ഷണം, ടെസ്റ്റ് അവന് വേണം. അപ്പം ഒരു ടെസ്റ്റ് എഴുതാത്ത ഒരു കോഴ്സ് നമുക്ക് പാസ്സാവാൻ പറ്റുമോ? ഓക്കെ, ഈ ഒരു കോഴ്സിന് ടെസ്റ്റ് ഇല്ല, എല്ലാവരും പാസ്സാന്ന് വിചാരിക്കുക. അതിലെന്ത് പിന്നെ അർത്ഥമുള്ള, പിന്നെ കോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ, എല്ലാവരും പാസ്സാണെങ്കിൽ. നമ്മൾ ഏതൊരു ടെസ്റ്റ് ചെയ്യുമ്പോഴും അതിൽ പ്രയാസങ്ങൾ വന്ന് അതിനെ നമ്മൾ ഫേസ് ചെയ്ത് അതിൽ നമ്മൾ പഠിച്ച് അതിനെ ഓവർകം ചെയ്യലാണ് ടെസ്റ്റ്. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം ടെസ്റ്റാന്നാ പറയുന്നത് അല്ലെ. അപ്പം ഇബ്ലീസിന്, ശൈത്താന് ഒരു റോൾ ഉണ്ട്. നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മനുഷ്യന്മാർക്ക് ഒരു റോൾ ഉണ്ട്. നമുക്ക് ടെസ്റ്റ് സെറ്റപ്പ് ചെയ്യുന്നത് അവരാണ്. അവർ ഈ ടെസ്റ്റ് സെറ്റപ്പ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളെ ജീവിതമൊക്കെ തീരെ അർത്ഥമില്ലാണ്ടായി പോയേനല്ലേ. സുബ്ഹാനല്ലാഹ്, നമ്മളൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഒരു പക്ഷേ നരകത്തിലേക്ക് സൃഷ്ടിക്കപ്പെട്ട ആളുകൾ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച് പാസ്സാവാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ലായിരുന്നു. അവര് നമ്മളെ പാസ്സാവാൻ ഹെൽപ്പ് ചെയ്യാണ്. നമ്മളെ തെറ്റുകൾ ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മടങ്ങാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാണ്. അവർ ടെംപ്റ്റേഷൻസ് കാണിച്ചെന്ന് നമ്മൾ ശരിക്കും സ്വയം കൺട്രോൾ ചെയ്ത് അതിൽ വീഴാതിരിക്കുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൃപ്തി നേടാൻ വേണ്ടി ശ്രമിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാണ്. ക്ഷമ കാണിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാണ്. അപ്പൊ നരകത്തിലേക്കുള്ള ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ സ്വർഗത്തിലേക്കുള്ള ആളുകളുടെ ജീവിതത്തിന് ഒരു അർത്ഥം ഇല്ലാണ്ടായി പോയേനെ. ഓക്കെ, അപ്പം അവരെ വെറുതെ അവിശ്വാസം കാണിച്ച് നരകത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇതുപോലെ ഒരു ടെസ്റ്റിന്റെ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ തന്നെ അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാനും അവിശ്വസിക്കാനും, നല്ല പ്രവൃത്തി ചെയ്യാനും ചീത്ത പ്രവൃത്തി ചെയ്യാനും, നരകത്തിൽ പോകാനും സ്വർഗത്തിൽ പോകാനുമുള്ള കപ്പാസിറ്റി, കഴിവ് കൊടുത്തിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. പക്ഷേ ഇബ്ലീസ് എന്താ ചെയ്തത്? അവന്റെ മനസ്സ് പറഞ്ഞതാ ചൂസ് ചെയ്തത് അല്ലെ. ഇബ്ലീസിനും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് കഴിവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇബ്ലീസ് അവന്റെ മനസ്സിൽ പറഞ്ഞത് ചൂസ് ചെയ്തപ്പം അല്ലാഹ് ആയിക്കോട്ടെ, നിന്റെ ചോയ്സ് അല്ലേ, നീ എടുത്തോ. നിന്റെ ചോയ്സ് നീ എടുക്കുന്നത് വഴി നിനക്ക് ഇന്ന നാശമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ നല്ല മനുഷ്യന്മാർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അല്ലെ. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു തിന്മയിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ്. അത്രയും പവർഫുൾ ആണ് തൗബ എന്ന് പറയുന്ന കാര്യം. നമ്മുടെ എല്ലാ തിന്മകളെയും കംപ്ലീറ്റ് മായ്ച്ചു കളയാൻ തൗബക്കും ഇസ്തിഗ്ഫാറിനും നമുക്ക് പറ്റും. അപ്പൊ നമ്മളെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നല്ല പ്രവർത്തികൾ, അമലു സ്വാലിഹാത്ത്, നമ്മളുടെ കഴിവിന്റെ പരമാവധി ചെയ്യലാണ്. അതിന്റെ കൂടെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ തിന്മ ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇബ്ലീസ് ഉണ്ട്, ഇബ്ലീസിന്റെ ആൾക്കാരുണ്ട് നമ്മുടെ ചുറ്റും, നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ എന്താക്കണം, നമ്മൾ തൗബ ചെയ്ത് മടങ്ങണം അല്ലെ.
ഈവൻ ഇബ്ലീസിനെ സൃഷ്ടിച്ചത് പോലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കാരുണ്യമാണ്. നമുക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള ഒരു അവസരമാണ്, അല്ലെ? അല്ലെങ്കിൽ അവൻ ടെംപ്റ്റ് ചെയ്യുമ്പം അതിൽ നിന്ന് നമ്മളെ കൺട്രോൾ ചെയ്തിട്ട് അതുവഴി അള്ളാഹിന്റെ ഇഷ്ടം നേടാനുള്ള ഒരു അവസരമാണ്, അല്ലെ? അങ്ങനെ ഇബ്ലീസിനെ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല കാരുണ്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ പരീക്ഷ സെറ്റപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഇപ്പൊ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കാർഡിയോ സ്റ്റുഡന്റിന്, ഹാർട്ട് സർജറി നടത്തുന്ന ഒരു സ്റ്റുഡന്റിന് ഇതുപോലെ ഒരു മോശം ഹാർട്ട്, എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു ഹാർട്ട് ഇല്ലെങ്കിൽ അവന്റെ ടെസ്റ്റ് എങ്ങനെ, അവനെങ്ങനെ ടെസ്റ്റിൽ അവൻ എത്ര അറിവുണ്ടെങ്കിലും അത് ചെയ്ത് കാണിച്ച് പാസ്സായാലേ അവനെ ഒരു കാർഡിയോ സർജനായിട്ട് ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അവൻ എത്ര അറിവുണ്ടായിട്ടും കാര്യമില്ല, അത് പ്രാക്ടീസ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ അങ്ങനെ ഒരു മോശപ്പെട്ട ഒരു അറ്റാക്ക് വന്ന ഹൃദയം അവിടെ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അവനത് ഒരു ഡോക്ടറായിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, അല്ലെ? അതുപോലെ നമുക്ക് സുബ്ഹാനല്ലാഹ് ഇബ്ലീസ് എന്ന് പറയുന്ന കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വതആല തന്നിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ടെസ്റ്റ്, നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും, അല്ലെ, ഒരുപാട് അറിവ് നമ്മൾ നേടിയാലും നമ്മളത് പ്രാക്ടീസ് ചെയ്തിട്ട് ഞാൻ ശരിയാണ്, ടെസ്റ്റ് ക്ലിയർ ചെയ്തു നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലായിരുന്നു. സുബ്ഹാനല്ലാഹ് ഞാൻ ചെയ്ത് തെറ്റാണെന്ന് മനസ്സിലാക്കി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ നമുക്ക് ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹ്ക്ക് തൃപ്തിയുള്ളവരാവാൻ പറ്റില്ലായിരുന്നു. വീണ്ടും വീണ്ടും നമ്മൾ സ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പം ഇബ്ലീസിനെ സൃഷ്ടിച്ചത്, ഇബ്ലീസിന്റെ ആളുകളെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ടെസ്റ്റുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അവരില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ കാണിക്കാനും അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ഒരുപാട് പ്രതിഫലം നേടുന്ന രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാനും തൗബ ചെയ്ത് മടങ്ങാനും നമുക്ക് പറ്റില്ലായിരുന്നു. ഓക്കെ, നമ്മൾ തെറ്റ് ചെയ്തില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് തൗബ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. തൗബ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഭയങ്കരമായിട്ട് ഓടിയെടുക്കാനുള്ള ഒരു അവസരമാണ്. അവര് നമ്മളോട് തെറ്റുകൾ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടില്ലായിരുന്നെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുമുള്ളവര്, ഓക്കെ, ഇനി ഇബ്ലീസ് നമ്മളോട് തെറ്റുകൾ ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ നമുക്ക് തൗബയിൽ കണ്ടിന്യൂസ് ആവാൻ, നമ്മൾ ചില കാര്യങ്ങൾ, എനിക്ക് നാളെ മുതൽ അങ്ങനെ ആവണം എന്ന് നമ്മൾ അങ്ങ് വിചാരിക്കും, അല്ലെ? നാളെ മുതൽ ഞാൻ ദേഷ്യപ്പെടൂല, നാളെ മുതൽ നമ്മൾ പരദൂഷണം പറയൂല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. എന്നിട്ട് നമുക്ക് ചിലപ്പോൾ സ്ലിപ്പായി പോകാറുണ്ട്, അല്ലെ? അത് അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ പണ്ടാരോ സുബ്ഹാനല്ലാഹ് അവരത് പറഞ്ഞിട്ടാ, അവരിത് ചെയ്തിട്ടാ, അവരത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, അവർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ ചെയ്ത തെറ്റിന് നമുക്ക് തൗബ ചെയ്ത് അള്ളാഹുവിന്റെ അടുത്തില്ലേ, നമുക്ക് അതുകൊണ്ട് കുറ്റബോധം ഉണ്ടായി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അടുത്ത് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് അള്ളാഹിന്റെ അടുത്ത് ഒന്നും കൂടെ അടുക്കാൻ നമുക്കൊരു അവസരം ഉണ്ടാവില്ലായിരുന്നു. നമ്മളെ ശരിക്കും കെയർലെസ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത്, മടിയന്മാരായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചിട്ടുള്ളത്, മറന്നു പോകുന്നവരായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത്, അല്ലെ? അപ്പൊ നമുക്ക് ഈ തെറ്റുകളൊന്നും ഇല്ലാണ്ട് നല്ലത് മാത്രം ചെയ്യുന്ന സന്യാസി വിശുദ്ധരായിട്ട് മാത്രം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളെപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഇബാദത്തും ചെയ്തിട്ടില്ലേ, ഏറ്റവും ബെസ്റ്റ് നിസ്കാരവും നോമ്പും മാത്രം ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയെന്നൊന്നും ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ കെയർലെസ് ആയിട്ട്, മടിയന്മാരായിട്ട്, തിരക്കുള്ളവരായിട്ട്, മറവിയുള്ളവരായിട്ട് സൃഷ്ടിച്ച നമ്മൾ ഒരിക്കലും നമ്മളെ ബെസ്റ്റ് ഇബാദത്തും കൊണ്ട് രക്ഷപ്പെടൂലായിരുന്നു. നമുക്ക് കുറെ ഭാഗത്ത് ചെയ്യുമ്പോഴേ നമുക്കൊരു നമസ്കാരമൊക്കെ തന്നെ കുറച്ചധികം നീട്ടി ചെയ്യുമ്പോഴേക്കും നമുക്ക് വേറെ ടയർ വരും, നമുക്ക് ക്ഷീണം വരും, മടി വരും, അശ്രദ്ധ വരും, അല്ലേ? നമ്മൾ മിസ്സാവും, നമ്മൾ ഈമാൻ കുറയും, ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്തൊരു വിഷമായിരിക്കും, റബ്ബേ ഞാൻ ഇങ്ങനെയൊക്കെ നിസ്കരിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നോമ്പെടുക്കുന്നുണ്ട്, റബ്ബേ എനിക്ക് നിന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റുന്നില്ലല്ലോ, എന്താ എന്റെ ഈമാന് പറ്റിയത്, നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഒരു നംനെസ് വരും, അല്ലെ? ഒരു എന്താ പറയാ, ഒരു വികാരമില്ലായ്മ വരാറുണ്ട്, അല്ലെ, ചില സമയത്ത്. അപ്പൊ എനിക്ക് എങ്ങനെ എന്റെ റബ്ബിന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റും എന്ന് തോന്നുമ്പോൾ പലപ്പോഴും നമ്മൾ ഈ ചെയ്തു പോകുന്ന പല തെറ്റുകളും അതുവഴി നമ്മൾ ചെയ്യുന്ന തൗബകളുമാണ് നമ്മൾ ആ ഒരു സാഹചര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഒന്നും കൂടെ അടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് സമാധാനം തരുന്ന, റബ്ബേ ഞാനുണ്ട്, റബ്ബിന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് റബ്ബിനോട് ഒരു ലെവലും കൂടെ കണക്ഷൻ തോന്നുന്നുണ്ട് എന്ന് നമ്മളെ തോന്നാൻ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അടുപ്പിക്കാൻ സഹായിക്കുന്നത് ഇതുപോലെ നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു, നമ്മളെ ഇബാദത്ത് മാത്രം ചെയ്ത്, നല്ലത് മാത്രം ചെയ്ത്, സെയിൻലി ആയിട്ടുള്ള സന്യാസപരമായിട്ടുള്ള ഒരു ജീവിതം ജീവിച്ചിട്ട് നമുക്ക് ആ ഒരു ഇബാദത്ത് കൊണ്ട് അവിടെ രക്ഷപ്പെടാൻ പറ്റൂല. കാരണം നമ്മളെ സൃഷ്ടിച്ച നേച്ചർ വെച്ചിട്ട് നമുക്കത് പറ്റൂല. ഓക്കെ, അപ്പൊ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് അല്ലെങ്കിൽ നല്ല പ്രവർത്തികളെക്കാൾ കൂടുതൽ ഈ തൗബ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു കുറ്റബോധമാണ് നമുക്ക് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മൾ പാളിപ്പോയി, റബ്ബേ നീ സ്വീകരിക്കണേ, അല്ലെങ്കിൽ റബ്ബേ നീ എന്നെ തൗബ സ്വീകരിച്ച് എന്നെ തിരുത്താൻ സഹായിക്കണേ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ റബ്ബിന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ആണ് നമ്മൾ ആ റബ്ബിനെ കൂടുതൽ അടുപ്പിക്കുന്നത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. പലപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ തെറ്റ് മാത്രം ചെയ്യാനല്ല കേട്ടോ, സുബ്ഹാനല്ലാഹ്, ഇബാദത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. പക്ഷെ പലപ്പോഴും നമ്മളെ ഈ തെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്ന തൗബ എന്ന് പറയുന്നത് നമ്മളെ അടുത്ത
ലെവലിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് ആയിട്ട് അടുപ്പിക്കുന്നുണ്ട്. ആ ഒരു ഫീലിംഗ് കിട്ടാത്തവർക്ക് ഒരു പക്ഷെ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും. ഇത്രയും പെട്ടെന്ന് തൗബയുടെ ആളുകളാക്കി മാറ്റാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് തരട്ടെ. തൗബ എന്താണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഇൽം ടു അമൽ ചെയ്യുന്നവര് നിർത്തരുത്. പലതരത്തിലുള്ള ടെംപ്റ്റേഷൻസ് ഉണ്ടാവും, നിർത്തരുത്. ഓരോ ആഴ്ചയും നമുക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാവും. അത് തൗബ എന്ന് പറയുന്ന സംഭവം നമ്മളിങ്ങനെ കുലുക്കി നോക്കി കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന്. അത് തിരുത്തി, അത് തൗബ ചെയ്ത് മടങ്ങി തിരുത്താനുള്ളതും മാറ്റാനുള്ളതും ഹംദ് ചെയ്യാനുള്ളതും നമ്മൾ ചെയ്ത് അത് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കി നമ്മൾ കൊണ്ടുവന്നാലേ രക്ഷയുള്ളൂ. ഓക്കെ, അല്ലാതെ നമ്മളെ ഹൃദയവും ഒന്നുമില്ലാത്ത മെക്കാനിക്കലായിട്ട് നമ്മളിപ്പോൾ പോണ ഒരു ജീവിതത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ രക്ഷ ഉണ്ടാവില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, തൗബ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്തേക്ക് നമ്മളെ അടുക്കാൻ സഹായിക്കുന്നത് പോലെ ഒരു പക്ഷേ ചിലർക്ക് പറ്റുന്നുണ്ടാവുമായിരിക്കും, ആ ലെവലിലെത്തിയവർക്ക് പറ്റുന്നുണ്ടാവുമായിരിക്കും. ഒരു പക്ഷേ നമ്മളുടെ ഇബാദത്തുകൾ, നല്ല പ്രവർത്തികൾ അള്ളാഹുലേക്ക് നമ്മളെ അടുപ്പിക്കാൻ സഹായിക്കൂല. വീണ്ടും പറയാണ്, തെറ്റ് മാത്രം ചെയ്യാനല്ല പറയുന്നത്. അതിന്റെ ഒരു തൗബയുടെ വേർത്ത് എന്താണ്, നമ്മൾ തിന്മ ചെയ്ത് അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് മടങ്ങുമ്പോൾ അതിനുള്ള വേർത്ത് എന്താണ്, അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് പറഞ്ഞുതരണം. ഓക്കെ, അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ പഠിക്കുന്നു അത്രത്തോളം നമ്മളുടെ ഉള്ളിലുള്ള നമ്മൾ ചെറുതായിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ശരിയല്ല, നമ്മൾ തെറ്റാണ്, അത് അത്രത്തോളം നമുക്ക് കൂടുതൽ ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ആഗ്രഹം നമ്മളിലുണ്ടാവും. അത്രത്തോളം നമുക്ക് തിരുത്താനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുകയാണ്. അങ്ങനെ തൗബ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുകയാണ് അല്ലെ. അങ്ങനെ അള്ളാഹുവായിട്ട് കൂടുതൽ അടുക്കാനുള്ള അവസരം കിട്ടുകയാണ്. പക്ഷെ നമ്മൾ പഠിക്കുന്നത് വേറെ നിയ്യത്തുകളോട് കൂടിയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ചാൻസും നമുക്ക് നഷ്ടപ്പെടും. നമ്മളിപ്പോഴും ശരിയായ രീതിയിൽ തൗബയുടെ ആളുകളായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എവിടെയോ നമ്മളുടെ നിയ്യത്തില് ചെറിയൊരു പ്രശ്നം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം നമ്മള് അള്ളാഹു സുബ്ഹാനഹു തആലയുമായിട്ട് ഡെയിലി കൂടുതൽ അടുക്കാനും നമ്മളിലുള്ള തെറ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് തിരുത്താനും അല്ല നമ്മൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഓക്കെ, കൂടുതൽ അള്ളാഹു സുബ്ഹാനഹു തആലയോട് അടുക്കാനും എന്നിൽ എന്ത് തെറ്റുണ്ടെന്ന് അത് മനസ്സിലാക്കി അത് തിരുത്താനും ചെയ്തു പോയ തെറ്റുകൾക്ക് തൗബ ചെയ്ത് മടങ്ങി അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനും എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ടാ എന്നുണ്ടെങ്കിൽ, അപ്പൊ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എനിക്ക് കുറേ അറിവ് വേണം, എന്നിട്ട് ഇനിയിപ്പോ ഒരു ഡിഗ്രിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമോ, അതായത് അറിവ് നേടല് ഇതിന്റെ ഭാഗമാണ്, നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിന്റെ ഭാഗമാണ്. പക്ഷെ നമ്മളുടെ പ്രൈമറി മെയിൻ നിയത്ത്, എനിക്ക് കുറേ അറിവ് വേണം, എന്നിട്ട് അത് കുറേ ആളുകളിൽ ഏറ്റവും നന്നായി പഠിപ്പിക്കണം, എന്നിട്ട് ആളുകളുടെ കയ്യടി കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടാവണം എന്നുള്ള നിയത്താണ് മെയിൻ എന്നുണ്ടെങ്കിൽ, നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, വഴി മാറി പോകാൻ വേണ്ടി ഭയങ്കര എളുപ്പമാണ്. നമുക്ക് പോലും മനസ്സിലാവില്ല നമ്മൾ വഴി തെറ്റി പോകുന്നുണ്ടെന്ന്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞതൊക്കെ ചെയ്യുന്നുണ്ടാവും, നമ്മൾ ഒരുപാട് എൽമൊക്കെ നേടുന്നുണ്ടാവും, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ വഴിതെറ്റി പോയിട്ടുണ്ട്. നമ്മുടെ പ്രൈമറി നീയത്ത് അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലേ, വഹും ലാ യശ്ഉറൂൻ, അവർക്ക് തിരിച്ചറിയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, നമ്മൾ പലപ്പോഴും എന്താ പറയാ, പഠിപ്പിക്കല് നിർബന്ധമല്ലേ അല്ലെ, പഠിപ്പിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷെ ആ പഠിപ്പിക്കണമല്ലോ നമ്മൾ വിചാരിക്കുമ്പോഴും നമ്മൾ അതിൽ തേടുന്നത് എനിക്ക് എന്നെ തിരുത്താൻ വേണ്ടിയിട്ട്, എന്റെ തെറ്റുകൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട്, തൗബ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാഹു സുബ്ഹാനഹു തആലയോട് കൂടുതൽ അടുക്കാൻ വേണ്ടി, കൂടുതൽ നല്ലത് ചെയ്യാൻ വേണ്ടി എന്നുള്ളത്, ആ ഒരു നിയ്യത്ത് വീണ്ടും നമ്മൾ പുതുക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നിയ്യത്തിൽ ഇതുപോലെ പല കലർപ്പുകളും വരും. ഇബ്ലീസ് അങ്ങനെ പലതും വന്ന് ശ്രമിക്കും കേട്ടോ. ഇബ്ലീസ് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ സംരക്ഷിക്കട്ടെ ഇതുപോലെയുള്ള വഴികേടുകളിലേക്ക് ഇതുപോലെയുള്ള നീയത്ത് മാറ്റങ്ങളിൽ പെട്ടുപോകുന്നതിനെ തൊട്ട്. ആമീൻ. അപ്പം ഈ ഒരു ഹദീസിലെ നരകത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിച്ച ആളുകളുടെ കാര്യം, അവരെ അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിന് വേണ്ടിയുള്ള പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി സഹായിച്ച് അവര് നരകത്തിൽ എത്തും എന്ന് പറഞ്ഞ ആ ഒരു ഹദീസ്. പക്ഷെ അവർക്കൊരു ചോയ്സ് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുണ്ട്, സ്വർഗം നേടാനും നരകം നേടാനും വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം അവരുടെ മുമ്പിൽ എപ്പോഴും ചോയ്സ് ഉണ്ട്. അപ്പം അതിനുള്ള 2 ഉദാഹരണങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു. അതായത് അല്ലാഹു സുബ്ഹാനഹു തആല ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തില് ജീവിക്കാൻ അനുവദിച്ചു. ഭൂമി അല്ലാഹു സുബ്ഹാനഹു തആല റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭൂമിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ആദം അലൈഹിസ്സലാമിനെ പുഷ് ചെയ്തിട്ടില്ല. സ്വർഗത്തിൽ ജീവിക്കാനുള്ള ടിപ്സ് അല്ലാഹു സുബ്ഹാനഹു തആല കൊടുത്തത്. എന്നിട്ടും ആദം അലൈഹിസ്സലാം തിന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്തു അല്ലെ, തെറ്റ് ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തു, ഭൂമിയിലെത്തി. പക്ഷെ ആദം അലൈഹിസ്സലാം തൗബ ചെയ്യാൻ വേണ്ടി ചൂസ് ചെയ്തു. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല ആദം അലൈഹിസ്സലാമിനെ സ്വർഗത്തിലേക്ക് തിരിച്ചു വരാനുള്ള പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചു. എന്നാൽ ഇബ്ലീസും ഇതേപോലെ നല്ല അറിവുള്ളവനായിരുന്നു അല്ലെ, ഭയങ്കര അറിവുള്ളവനായിരുന്നു, ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നവനായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇബ്ലീസിന്റെ ചോയ്സ് എന്തായിരുന്നു? അനുസരണക്കേട് കാണിക്കാൻ. ഇബ്ലീസിന്റെ ചോയ്സ് എന്തായിരുന്നു? തൗബ ചെയ്യാതിരിക്കാൻ.
അങ്ങനെ എന്താണ് നരകത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇബ്ലീസിന്റെ ചോയ്സ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിന് അറിവ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇബ്ലീസ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരുന്നവനായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിന് ഒരു കൽപ്പന കൊടുത്തു. ആദം അലൈഹി ഇസ്ലാമിന് കൊടുത്ത കൽപ്പന പോലെ ഇബ്ലീസിന് ഒരു കൽപ്പന കൊടുത്തു. ഇബ്ലീസ് ആ കൽപ്പന അനുസരിച്ചില്ല എന്ന് മാത്രമല്ല തൗബ ചെയ്ത് മടങ്ങിയില്ല. ആദം അലൈഹി ഇസ്ലാം ആ കൽപ്പന അനുസരിച്ചില്ല, പക്ഷെ തൗബ ചെയ്ത് മടങ്ങി. അങ്ങനെ ആദം അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ സ്വർഗത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ സഹായിച്ചു. ഇബ്ലീസിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ നരകത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ സഹായിച്ചു. അതിനകത്ത് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ചു. അങ്ങനെ നരകത്തിൽ അവസാനിക്കുകയും ചെയ്തു. ആ ഒരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കാം. നമുക്ക് എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടിനുള്ള കഴിവ് തന്നിട്ടുണ്ട്. പക്ഷെ അള്ളാഹ്ക്ക് അറിയാം നമ്മൾ എവിടെ എത്താന്ന്. അള്ളാഹ്ക്ക് അറിയാം നമ്മൾ എവിടെ എത്താന്നുള്ളത് കൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കൽ എന്താണ് ശരിയല്ല. അതിനുള്ള എക്സ്പ്ലനേഷനും കൂടെ നമ്മൾ ഇനി പറയും ഇൻഷാ അല്ലാഹ്. അപ്പം അവരുടെ അടുത്ത് എന്താ പറയാ, അവർക്കൊരു ചോയ്സ് കൊടുത്തിട്ടുണ്ടല്ലേ, നന്മയും തിന്മയും തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. ഇബ്ലീസിനും കൊടുത്തിട്ടുണ്ട്, ആദം അലൈഹി ഇസ്ലാമിനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ട് കൂട്ടർ മനുഷ്യന്മാർക്കും അത് കൊടുക്കും. ഓക്കെ, അവർക്ക് സത്യം അറിയാനുള്ള അവസരം അവർക്ക് കൊടുക്കും. അവരുടെ മുന്നിൽ സന്ദേശം എത്തിക്കാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെയും ശിക്ഷിക്കൂല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രോമിസ് ആണ്, നിങ്ങൾക്ക് സന്ദേശം എത്തിക്കാതെ ഞാൻ ആരെയും ശിക്ഷിക്കൂല. ഏതൊരു മനുഷ്യനും അവന്റെ മരണത്തിന് മുമ്പ് അവന്റെ മുമ്പിൽ ഹഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കും. അവൻ എന്ത് ചോയ്സ് ആണോ അതിലെടുക്കുന്നത് അതാണ് അവന്റെ അവസാനം തീരുമാനിക്കുന്നത്. അള്ളാഹ്ക്ക് അത് അറിയാമെങ്കിൽ പോലും അവന്റെ ചോയ്സ് ആണ് അവനെ അവിടെ എത്തിക്കുന്നത്. അള്ളാഹ്ക്ക് അറിയാന്നുള്ളതിന്റെ പേരിൽ അള്ളാഹു ആരെയും ഒന്നിനും വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നില്ല, നിർബന്ധിക്കുന്നില്ല അല്ലെ. അവനവൻ എടുക്കുന്ന ചോയ്സ് ആണ് അവനവനെ അവിടെ എത്തിക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ ഒരാൾ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന്. അല്ലാണ്ട് ഈ ഒരു ഹദീസ് കണ്ടിട്ട് ഓനെ നരകത്തിലേക്ക് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ തന്നെ നമ്മളെ മനസ്സിൽ കൂടെ പലരും പോയിട്ടുണ്ടാവും അല്ലെ. പലരും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ട്, നമ്മളെ ജീവിതത്തിൽ അയ്യാളുണ്ടല്ലോ മൂപ്പരെ നരകത്തിലേക്ക് ഉണ്ടാക്കിയാണ്. കാരണം മൂപ്പര് ചെയ്യുന്ന പല പ്രവൃത്തികൾ കാരണമാണല്ലോ അല്ലെ ഞാൻ ഇങ്ങനെ ക്ഷമ കാണിക്കേണ്ടി വന്നത്. അത് നമുക്കറിയില്ല കേട്ടോ, അത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അവര് നരകത്തിലേക്കാണോ ഉണ്ടാക്കി, ഇപ്പൊ എന്നെ സ്വർഗത്തിലേക്കാണോ ഉണ്ടാക്കിയെന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അറിവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ പരിപാടിയുള്ളൂ, ചെയ്തുകൊണ്ടിരിക്കുക, സ്വർഗത്തിലേക്കുള്ള അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മളെ തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക, തിരുത്തിക്കൊണ്ടിരിക്കുക, തൗബ ചെയ്തുകൊണ്ടിരിക്കുക. ആ അറിവ് മറ്റുള്ളവരിലേക്ക് സ്നേഹപൂർവ്വം എത്തിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാണ്ട് എന്നെ സ്വർഗത്തിലേക്ക് ഉണ്ടാക്കിയാന്ന് വിചാരിച്ചുള്ള ഒരു അഭിമാനവും വേണ്ട, ഓനെ നരകത്തിലേക്ക് ഉണ്ടാക്കിയാന്ന് വിചാരിച്ചുള്ള പുച്ഛവും വേണ്ട. കാരണം അത് ഓനും എനിക്കൊന്നും അറിയില്ല, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ജഡ്ജ്മെന്റിലേക്ക് ആരും പോകണ്ട. വേറൊരു ക്വസ്റ്റ്യൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ആര് നരകത്തിൽ പോവും ആര് സ്വർഗത്തിൽ പോവും എന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഈ ഒരു ടെസ്റ്റ് അല്ലെ? സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് കുട്ടികളൊക്കെ അധികം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. പക്ഷെ നമ്മളിലും ഒരു പക്ഷെ ഇത് കേൾക്കുമ്പോൾ അറിയായിരിക്കില്ല. അള്ളാഹ്ക്ക് അറിയാം ഇന്ന ആള് നരകത്ത് പോകും ഇന്ന ആള് സ്വർഗത്ത് പോകും, പിന്നെ എന്തിനാ ടെസ്റ്റ്? നമുക്ക് വീണ്ടും നമ്മള് സ്കൂളിലേക്കോ കോളേജിലേക്കോ വരാം. ഓക്കെ, മുമ്പ് പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്, എന്നാലും ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഒരു ടീച്ചർ ഇപ്പം ഒരു ഡിഗ്രി പഠിപ്പിക്കാന്ന് വെച്ചോ. ഫസ്റ്റ് ഇയറിൽ ടീച്ചർ പഠിപ്പിക്കുക കുട്ടികളെ. ഏകദേശം ആ ഒരു കൊല്ലം അവസാനം ആകുമ്പോഴേക്ക് ടീച്ചർക്ക് ഏകദേശം അറിയാം ഇവിടെ ആരൊക്കെയാണ് നല്ല അടിപൊളി കുട്ടികൾ അല്ലെ, ആരൊക്കെയാണ് ഒരു കുഴപ്പമില്ല പാസ്സാവുന്ന ഉറപ്പുള്ള കുട്ടികൾ, അല്ലെങ്കിൽ റാങ്ക് വാങ്ങുന്ന ഉറപ്പുള്ള കുട്ടികൾ, ആരൊക്കെയാണ് വളരെ മോശം സ്റ്റുഡൻസ് എന്ന് ടീച്ചർക്ക് അറിയാം. ഓക്കെ, ഫസ്റ്റ് ഇയർ പഠിപ്പിച്ചപ്പോൾ ടീച്ചർ പറയാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്ത് ഇപ്പൊ എനിക്ക് ഏകദേശം നിങ്ങളെ കാര്യം മനസ്സിലായി, നിങ്ങൾ ഇനി എക്സാം ഒന്നും എഴുതണ്ട. ഓക്കെ, ഇന്ന ആൾക്ക് ഫസ്റ്റ് റാങ്ക് ഞാൻ കൊടുക്കണം, ഇന്ന ആൾക്ക് സെക്കൻഡ് റാങ്ക് കൊടുക്കണം, കുറച്ച് ആൾക്കാരെ ഞാൻ പാസ്സാക്കണം, ഈ കുറച്ച് ആൾക്കാരെ എന്തായാലും ഫെയിൽ ആക്കണം, എക്സാം ഒന്നും വേണ്ട. ഓക്കെ, അങ്ങനെ ടീച്ചർക്ക് പറയോ? അങ്ങനെ ഏതെങ്കിലും ടീച്ചർ പറയോ? അങ്ങനെ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ. എക്സാം ഉണ്ട്, ആ എക്സാം എഴുതുന്നതിനനുസരിച്ചാണ് അവർക്ക് റിവാർഡ് കൊടുക്കുന്നത് അല്ലെ. എക്സാം എഴുതി മാർക്ക് കാണിച്ച് വാങ്ങിക്കുമ്പോഴാണ് ടീച്ചർക്ക് ഇത് അറിയാമെങ്കിൽ പോലും ടീച്ചർക്ക് ഒരു പരിധി വരെ ആര് പാസ്സാവും ആർക്ക് റാങ്ക് കിട്ടും ആര് തോൽക്കും എന്ന് ടീച്ചറുടെ ആ ഒരു കൊല്ലത്തെ ഇവരുമായിട്ടുള്ള ഇവിടെ ടീച്ചറുടെ എക്സ്പീരിയൻസ് ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമ് വേറെ തന്നെയാണ്. നമ്മൾ അതിലേക്ക് പോകല്ല, നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള ഒരു എക്സാമ്പിൾ പറയാണ്. ടീച്ചർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് അറിയാം ഇന്ന ആൾക്കാൾ പാസ്സാവും ഇന്ന ആൾക്കാർക്ക് റാങ്ക് കിട്ടും. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും എക്സാം സ്കിപ്പ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല അല്ലെ. എക്സാം എഴുതി പ്രൂവ് ചെയ്യുമ്പോഴാണ് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നത്. റിവാർഡ് പ്രതിഫലം എന്ന് പറയുന്നത് പ്രവർത്തിക്കാണ്, അല്ലാതെ ടീച്ചറുടെ ഇൽമിനല്ല പ്രതിഫലം. സ്വർഗവും നരകം എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇൽമിന് വേണ്ടി തരുന്നതല്ല, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് തരുന്നതാണ്. ഓക്കെ, ഇനി വേറൊരു കാര്യം ചോദിക്കട്ടെ, ടീച്ചർക്ക് അറിയാം ഈ കുട്ടികൾ തോക്കും എന്തായാലും, ഈ കുട്ടികൾ പാസ്സാവും, ഈ കുട്ടികൾ റാങ്ക് ആണ്. അപ്പം ടീച്ചർ പറയാണ്, ഓക്കെ നിങ്ങൾ എന്തായാലും പഠിക്കൂല, പ്രിപ്പയർ ചെയ്യല എക്സാമിന്, ഫെയിൽ ആവില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല, നിങ്ങൾ അങ്ങ് മാറി നിൽക്ക്. അങ്ങനെ പറയോ? ഇല്ല അല്ലെ. ടീച്ചർ കണ്ടിന്യൂസ് ഈ ഒരു ക്ലാസ്സിൽ 60 കുട്ടികളുണ്ട്, അതിൽ 20 കുട്ടികളും തോക്കുന്ന ഉറപ്പാണെങ്കിലും ടീച്ചർ 60 കുട്ടികളെയും വെച്ചിട്ടാ പഠിപ്പിക്കുക അല്ലെ.
60 കുട്ടികൾക്ക് അള്ളാഹു സുബ്ഹാനല്ലാഹ് ടീച്ചർ ഒരു ചാൻസ് കൊടുക്കും, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൊടുക്കും, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൊടുക്കും അല്ലെ. കാരണം ടീച്ചർക്ക് അറിയാം ഇവര് ഈ കോഴ്സിൽ എത്തിയത് ഇത് പഠിക്കാനുള്ള കപ്പാസിറ്റിയോട് കൂടിയാണ്, ഇതിനു വേണ്ടി ശ്രമിക്കാനുള്ള കപ്പാസിറ്റിയോട് കൂടിയാണ്, അങ്ങനെ പാസ്സാവാൻ. കാരണം അല്ലെങ്കിൽ അവർ ഈ കോഴ്സിൽ എത്തൂല അല്ലെ. ഇപ്പൊ ഒരു BA ലിറ്ററേച്ചർ എടുത്ത ഒരു വിദ്യാർത്ഥി അതിലെത്തുന്നുണ്ടെങ്കിൽ അവന് അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത് കൊണ്ടാണ്, അത് പഠിച്ച് പാസ്സാവാനുള്ള കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് അവൻ അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ അവനെ പഠിപ്പിക്കുകയും ചെയ്യും, അവന് ചാൻസ് കൊടുക്കുകയും ചെയ്യും അല്ലെ. അവരെ എന്താ പറയാ, ആ ഒരു അർഹതയോട് കൂടിയാണ് അവരെ അവിടെ എത്തിച്ചിട്ടുള്ളത്. പക്ഷെ അവരുടെ ചോയ്സ് ആണ് പഠിക്കണോ പാസ്സാവണോ തോക്കണോ, എന്താണ് പഠിക്കാതിരിക്കണോ തോൽക്കണോ എന്നുള്ള. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ അള്ളാഹ്ക്ക് അറിയാം ഇന്ന ആള് നരകത്തിലേക്കുള്ളതാണ് അല്ലെങ്കിൽ ഇന്ന ആള് സ്വർഗത്തിലേക്കുള്ളതാണ്. പക്ഷെ അള്ളാഹിന്റെ അറിവ് കൊണ്ട് അള്ളാഹു അവർക്ക് എന്താണ് സ്വർഗവും നരകവും കൊടുക്കുന്നില്ല, പകരം അവരുടെ പ്രവർത്തനം കൊണ്ടാണ് കൊടുക്കുന്നത്. ഇവിടെ എക്സാം എഴുതി പഠിച്ച് എക്സാം എഴുതി പാസ്സാക്കിയാലേ അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റി വിടുള്ളൂ അല്ലെ, അല്ലാതെ ടീച്ചർക്ക് അറിയുന്നതുകൊണ്ട് കയറ്റി വിടൂല. അതേപോലെ തന്നെ സ്റ്റുഡൻസും പഠിച്ച് പാസ്സാവാൻ കഴിവുള്ളവരായതുകൊണ്ട് ടീച്ചർ എല്ലാവരെയും പഠിപ്പിക്കും, എല്ലാവർക്കും പഠിക്കാനും പഠിക്കാതിരിക്കാനുള്ള ചോയ്സ് ഉണ്ട്. അതുപോലെ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചു വീഴുന്ന എല്ലാ മനുഷ്യന്മാർക്കും സ്വർഗവും നരകവും, സ്വർഗത്തിന് വേണ്ടി പ്രവർത്തിക്കാനും നരകത്തിന് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള കപ്പാസിറ്റി, ആ ചോയ്സിനുള്ള കഴിവ് നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും, നമുക്ക് അവസരങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. നമ്മളെ ചോയ്സ് ആണ് നമ്മൾ അവിടെ പോണോ ഇവിടെ പോണോ എന്നുള്ളത്. ഓക്കെ, കുറെ ക്വസ്റ്റ്യൻസ് ആൻസർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫിത്രയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദം അലൈഹി ഇസ്ലാമിന്റെ ഉടമ്പടി മനസ്സിലാക്കി, ബർസഖ് മനസ്സിലാക്കി, പിന്നെ ആ ഉടമ്പടിയുടെ എക്സ്റ്റൻഷനിലെ സ്വർഗത്തിലേക്ക് ഉണ്ടാക്കിയ ആളുകളും നരകത്തിലേക്കുള്ളാക്കിയ ആളുകളെ കാര്യങ്ങളും മനസ്സിലാക്കി. ഇനി നമുക്ക് ഫിത്ര എന്താന്ന് പറയാം. ഫിത്ര നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ മനുഷ്യരും അല്ലെ ഒരു എന്താ പറയാ ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് ജനിക്കുന്നത്. ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു വിശ്വാസം അള്ളാഹുവിൽ ഉണ്ട് അല്ലെ. അതാണ് നമ്മളുടെ മനുഷ്യന്മാരുടെ ഒരു ഇസ്ലാമിലെ കോൺസെപ്റ്റ്. എല്ലാവരും ശുദ്ധ പ്രകൃതിയോടുകൂടി ക്ലീൻ സ്ലേറ്റ് ആണ് ജീവിക്കുന്നത്. അല്ലാതെ ആരുടെയും പാപങ്ങളെ വഹിച്ചുകൊണ്ട്, വേറെ ആരോ ചെയ്ത തിന്മകളെ വഹിച്ചുകൊണ്ടൊന്നല്ല ആരും ഭൂമിയിൽ ജനിക്കുന്നത്. ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും അല്ലെങ്കിൽ അഹ്ലുൽ കിതാബികളുടെ വിശ്വാസം അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ കാര്യം വരുമ്പം അവര് ആദം അലൈഹി ഇസ്ലാമിന്റെ സന്തതികൾ ആദമിന്റെ തിന്മ അല്ലെ ആദി പാപം പേറിയിട്ടാണ് ജനിക്കുന്നതെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നിട്ട് എന്താ അവരുടെ പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് തലമുറകളായിട്ട് ആദിപാപം കൊണ്ടാണ് വരുന്നത്. ഇസ്ലാമിൽ അങ്ങനെയല്ല, എല്ലാവരും ശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് ജനിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ അവിടെ കൊടുത്ത അലസ്തു ബിറബ്ബിക്കും ബലാ ഷഹിദന അല്ലെ, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ അന്ന് ആണെന്ന് പറഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ റുബൂബിയത്ത് മനസ്സിലേറ്റിക്കൊണ്ടാണ് എല്ലാവരും ഭൂമിയിൽ എല്ലാ മനുഷ്യന്മാരും, മുസ്ലിം മാത്രമല്ല എല്ലാ മനുഷ്യന്മാരും ജനിച്ചു വരുന്നത്. എന്നിട്ട് ആ വ്യക്തി അവന്റെ പ്രായപൂർത്തി എത്തുമ്പോഴാണ് അവൻ എടുക്കുന്ന ചോയ്സ് ആണ് അവന് തിന്മയോ നന്മയോ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, എല്ലാ മനുഷ്യരും അവന്റെ ആത്മീയമായ ലെവലിൽ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് കീഴൊതുങ്ങാൻ, അതായത് നമ്മൾ അന്ന് പറഞ്ഞ ആ ഒരു ബലാ ഷഹീദിനാക്ക് കീഴൊതുങ്ങാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. ജീവിതത്തിലുടനീളം നമ്മൾ എല്ലാവരും സ്ട്രഗിൾ ചെയ്യുന്നവരാണ്, പല ലെവലുകളിലായിട്ട് അല്ലെ. ചിലർ വളരെ ബേസിക് ആയിട്ടുള്ള വിശ്വാസത്തിന്റെ ലെവലിൽ സ്ട്രഗിൾ ചെയ്യും, ചിലർ കർമ്മങ്ങളുടെ ലെവലിൽ, ചിലർ കർമ്മങ്ങൾ തന്നെ ഓരോരോ ലെവലുകളിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാവരും. പക്ഷേ ഇത് ആത്മീയമായ തലത്തിൽ മാത്രം, നമ്മുടെ റൂഹിന്റെ കാര്യത്തിൽ പക്ഷേ നമ്മുടെ ശരീരം എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നമുക്ക് ശ്വസിക്കണ്ട എന്നൊരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റില്ല, എന്റെ ഹാർട്ട് ബീറ്റ് ചെയ്യണ്ട എന്ന് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല അല്ലെ. അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുള്ള പല ഫങ്ഷൻസും ഓട്ടോമാറ്റിക്കലി നാച്ചുറലി അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് കീഴൊതുങ്ങിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ബോഡി അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയതാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങിയതാണ്. പക്ഷെ നമ്മുടെ നഫ്സിന് മാത്രമേ കീഴൊതുങ്ങണോ വേണോ വേണ്ടേ എന്നുള്ള ആ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോയ്സ് ഉള്ളൂ. നമ്മളുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് ആ നഫ്സിന്റെ കാര്യത്തിലാണ് അല്ലെ. അള്ളാഹ്ക്ക് കീഴൊതുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നഫ്സിനെ തല്ലി ചതച്ചാലും മൂപ്പർക്ക് ലേശൊരു മടിയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മളെ നഫ്സ് എപ്പോ അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് കീഴൊതുങ്ങുന്നുവോ
അപ്പോഴാണ് നമ്മൾ മുസ്ലിം ആവുന്നത്. അതാണ് ഇസ്ലാമിന്റെ അന്തസത്ത. നമ്മളുടെ എല്ലാം അല്ലെ, നമ്മളുടെ ചോയ്സ് കംപ്ലീറ്റ് അള്ളാഹ്ക്ക് കീഴൊതുങ്ങല്. നമ്മൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലല്ലേ, കുറച്ച് 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 നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട് അൽഹംദുലില്ലാഹ്. എന്നാലും വലിയൊരു ഭാഗം ഇപ്പോഴും നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല അല്ലെ. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട്, നമ്മൾ തിരുത്തുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സഹായം തേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ നഫ്സ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കണം അള്ളാഹ്ക്ക് കീഴൊതുങ്ങാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾ അങ്ങ് കഷ്ടപ്പെട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ വിടുകയല്ല ചെയ്തത് അല്ലെ. നിങ്ങൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആയിക്കോ എന്ന് പറയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ സമയത്തും പ്രവാചകന്മാരെ അയച്ചു തന്നിട്ടുണ്ട്, ഗ്രന്ഥങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് അല്ലെ. അള്ളാഹിന്റെ കാരുണ്യാണ് അത്. സുബ്ഹാനല്ലാഹ്. അതിന്റെ കൂടെ ഓരോ കാലഘട്ടത്തിലേക്കും അത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പണ്ഡിതന്മാരെ, അറിവുള്ള ആളുകൾ അല്ലെ, നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ആളുകളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല അയച്ചു തരുകയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ 6 പില്ലറുകൾ അല്ലെ, 6 ഈമാൻ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ പ്രവാചകന്മാരെ കുറിച്ചും ഗ്രന്ഥങ്ങളെ കുറിച്ചും പറയുന്നത് എന്തുകൊണ്ടാ? ഈ ഒരു വിശ്വാസത്തിലെ അള്ളാഹ് നമുക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അയച്ചതാണ്. സുബ്ഹാനല്ലാഹ് കാരുണ്യാണ്. നമ്മളെ കൂടുതൽ കൂടുതൽ അള്ളാഹുലേക്ക് കീഴൊതുങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. എങ്ങനെയാണ് ഈ ഗ്രന്ഥങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ ഗ്രന്ഥം നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ഇറക്കി തന്നിട്ടുണ്ട്. അപ്പം അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഒരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിം പേരുള്ളത് കൊണ്ട് ഞാനോ നിങ്ങളോ മുസ്ലിം ആവുന്നില്ല. നമ്മൾ പൊതുവെയുള്ള ഭയങ്കര വലിയൊരു തെറ്റിദ്ധാരണയാണത്. ഓ, എൻ്റെ പേര് മുസ്ലിമാണ്, ഓൻ്റെ പേര് എന്താണ്, രാമൻ എന്നോ കൃഷ്ണൻ എന്നാണ്, ഓ നരകത്തിലേക്കുള്ളതാണ്, എൻ്റെ പേര് അഹമ്മദ് എന്നോ മുഹമ്മദ് എന്നാണ്, ഞാൻ സ്വർഗത്തിലേക്കുള്ളതാണ്. ഒരിക്കലും ഒരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ചത് കൊണ്ടോ ഒരു മുസ്ലിം പേരുള്ളത് കൊണ്ടോ നമ്മൾ മുസ്ലിം ആവുന്നില്ല. അവൻ ആ ഒരു മുസ്ലിമായി ജനിച്ചതിനല്ല അവന് പ്രതിഫലം കൊടുക്കുന്നത്, അവന്റെ എഫേർട്ടിനാണ് പ്രതിഫലം, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് പ്രതിഫലം. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയും അവന്റെ പേര് എന്തെന്നെ ആയിക്കോട്ടെ, അവൻ ഏത് കുടുംബത്തിൽ ജനിച്ചതായിക്കോട്ടെ, അവൻ്റെതായ രീതിയിൽ ശ്രമിച്ച് അവൻ്റെതായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു തആലയ്ക്ക് കീഴൊതുങ്ങണം. അപ്പോഴാണ് മുസ്ലിം ആവുന്നത്, അവനാണ് സ്വർഗമുള്ളത്. സുബ്ഹാനല്ലാഹ്. അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് സ്വർഗമുള്ളത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു അള്ളാന്റെ അറിവിനല്ല നമുക്ക് റിവാർഡ് തരുന്നത്. ഇപ്പൊ പറയുന്നു നമ്മളൊരു മുസ്ലിമായി ജനിച്ചതിനല്ല നമുക്ക് റിവാർഡ് ഉള്ളത്. ഓക്കെ, മുസ്ലിമായി ജനിച്ചതിനല്ല നമുക്ക് സ്വർഗം തരുന്നത്. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന എഫേർട്ട്, നമ്മൾ ഓരോരുത്തരും ഹക്ക് അറിയാനും അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അതുവഴി അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പല പ്രോമിസുകൾ കീപ്പ് ചെയ്യുന്ന ആളുകളാവാനുള്ള ഇത് അള്ളാഹ് തരുന്നുണ്ട് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രോമിസ് കീപ്പ് ചെയ്യാനെന്നുള്ള ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആൻ അവസാന നാൾ വരെ ഒരു ഹർക്കത്തിൽ പോലും ചേഞ്ച് ഇല്ലാതെ കീപ്പ് ചെയ്യുന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രോമിസ് ആണ്. അത് കീപ്പ് ചെയ്യുന്ന ആളുകളാണ് ഖുർആനെ ഹിഫ്ളാക്കി മനസ്സിൽ വെച്ചിട്ടില്ലേ. ഖുർആൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങൾ, എല്ലാ കോപ്പീസും ഖുർആന്റെ കത്തിച്ചു കഴിഞ്ഞാലും ഇതുപോലെ ഹാഫിലിങ്ങൾ ഉണ്ടാവും നമുക്ക്. സുബ്ഹാനല്ലാഹ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വേറൊരു പ്രോമിസ് ആണ്, അള്ളാഹു എല്ലാ സ്ഥലങ്ങളിലും ദീൻ എത്തിക്കും. ഓരോ ജനിച്ചു വീഴുന്ന ഓരോ വ്യക്തിയിലും, അവൻ രാമനായിട്ടോ ജോർജായിട്ടോ മുഹമ്മദായിട്ടോ ജനിച്ചാലും അവനിലേക്ക് ദീൻ എത്തിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രോമിസ് ആണ്. ആ പ്രോമിസ് കീപ്പ് ചെയ്യുന്ന ആളുകളാണ് ഖലീഫമാരാണ്. എന്ത് ദീൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആൾക്കാർ അല്ലെ. അപ്പം അള്ളാഹിന്റെ പ്രോമിസ് കീപ്പ് ചെയ്യലും പറഞ്ഞു വന്നത്, നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ഹക്ക് അറിയാനും ഹക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും നമ്മൾ എടുക്കുന്ന എഫേർട്ടിനാണ് സ്വർഗമുള്ളത്. അല്ലാതെ നമ്മൾ ഒരു മുസ്ലിം വീട്ടിൽ ജനിച്ചതിനോ ഒരു മുസ്ലിം ഉമ്മക്കും വാപ്പക്കും ഉണ്ടായതിനോ ഒരു മുസ്ലിം പേരായതിനോ ഒന്നുമല്ല. സുബ്ഹാനല്ലാഹ്. പലരും ഇതിന്റെയൊക്കെ പീക്ക് ലെവലുകളുണ്ട്. ചിലർ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുറൈശ് ഫാമിലിയിൽ പെട്ടതാണ്, ഞങ്ങൾ ഷെരീഫുകളാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ അങ്ങനത്തെ പല കാര്യങ്ങളും. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരകളിൽ പെട്ട തങ്ങളോ സുബ്ഹാനല്ലാഹ് എന്തെങ്കിലും ആവട്ടെ, പേരുകളൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല, ആരായിക്കോട്ടെ സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ എന്തോ വലിയ സ്റ്റാറ്റസ് ഉള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ രക്ഷയുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അബൂ താലിബ് സുബ്ഹാനല്ലാഹ് ആയിരുന്നു അല്ലെ ഏറ്റവും ആദ്യം പോട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത്രയും സംരക്ഷണം കൊടുത്തിരുന്ന ആളാ. സുബ്ഹാനല്ലാഹ്. അബൂ താലിബിന് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മതിച്ചില്ല. അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബ്ലഡ് ആണ് അല്ലെ, എളാപ്പയാണ്. അതുകൊണ്ട് അബൂ ലഹബിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷിച്ചിട്ടില്ല. അപ്പം ഒരേ ഒരു പ്രയോജനമുള്ള കാര്യം നമ്മളുടെ വിശ്വാസവും നമ്മളുടെ പ്രവർത്തികളുമാണ്. ഇനി എല്ലാവരും പൊതുവെ പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികളിൽ ഉള്ള ഒരു സംശയമാണ്, ആ മുസ്ലിങ്ങളൊക്കെ നരകത്തില് നമ്മൾ സ്വർഗത്തിൽ, അതെന്ത് പരിപാടിയാ?
അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊരു അനീതിയാണ് കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹ്ക്ക് അനീതി കാണിക്കാൻ പറ്റില്ല അല്ലേ? ഖുർആൻ സ്വർഗത്തിലേക്ക് പോകുന്നവരെ കുറിച്ച് പറഞ്ഞിടത്തെല്ലാം പറഞ്ഞ ഒരു കാര്യമുണ്ട്. എന്താ? മുസ്ലിം വീട്ടിൽ ജനിച്ചവരാണെന്നാണോ? മുസ്ലിം പേരാണെന്നാണോ? ഇല്ല. വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത്. പല ആയത്തുകളിലും അല്ലേ, അവൻ ക്രിസ്ത്യാനിയോ ജൂതനോ മജൂസിയോ ആരോ ആയിക്കോട്ടെ, പക്ഷെ അവൻ വല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ആണെങ്കിൽ അവൻ സ്വർഗത്തിലാണെന്ന് പറയുന്ന ആയത്തുകളുണ്ട് അല്ലേ ഖുർആനില്. അപ്പം മുസ്ലിം ആയിട്ട് ജനിച്ചതുകൊണ്ടോ മുസ്ലിം കുടുംബത്തിലുള്ളതായതുകൊണ്ടോ എല്ലാ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതെന്ന് പ്രത്യേകം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ ആ ചിന്ത ആയിരിക്കണം മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നത്. ഓക്കെ, നമ്മളെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ആര് വിശ്വസിച്ചോ, ആര് അമൽ സ്വാലിഹാത്ത് ചെയ്തു. അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സത്യം എല്ലാ സ്ഥലത്തും എത്തിക്കുന്നല്ലേ. അപ്പൊ നമ്മളുടെ കണ്ണിന്റെ മുമ്പിൽ സത്യം എത്തിയിട്ട് നമ്മൾ തിരിഞ്ഞു നിന്നോ? നമ്മൾ വിശ്വസിക്കാൻ ശ്രമിച്ചില്ലേ? നമ്മൾ പഠിക്കാൻ ശ്രമിച്ചില്ലേ? നമ്മളെ അമലാക്കാൻ ശ്രമിച്ചില്ലേ? നമ്മളും നരകത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാതെ മുസ്ലിങ്ങൾ മുഴുവൻ നരകത്തിലും ഹിന്ദുക്കൾ മുഴുവൻ മുസ്ലിങ്ങൾ മുഴുവൻ സ്വർഗത്തിലും ഹിന്ദുക്കൾ മുഴുവൻ നരകത്തിലും അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ മുഴുവൻ നരകത്തിലും, അങ്ങനെയല്ല. എല്ലാവരിലും അള്ളാഹു ഹക്ക് എത്തിക്കും. അത് ഓരോ വ്യക്തിയുടെയും ഡ്യൂട്ടിയാണ്. അത് എടുക്കാന്നുള്ളതും പഠിക്കാന്നുള്ളതും മനസ്സിലാക്കാന്നുള്ളതും പ്രാവർത്തികമാക്കാന്നുള്ളതും മറ്റുള്ളവരിലേക്ക് എത്തിക്കാന്നുള്ളതും. അല്ലാതെ എല്ലാ മുസ്ലിങ്ങളും സ്വർഗത്തിലേക്കാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞത് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. വീണ്ടും ഒരു ഉദാഹരണം, നമ്മളെ കോളേജുമായിട്ടുള്ള ഒരു സ്കൂളോ കോളേജോ ആയിട്ടുള്ള ഒരു ഉദാഹരണം എടുക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരു ഭയങ്കര കിട്ടാൻ പ്രയാസമുള്ള ഒരു അഡ്മിഷൻ, ഓക്കെ, ശരിക്കും ഒരു പ്രോപ്പർ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടില്ല ആ കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല. ഏതെങ്കിലും ഒരു വലിയ യൂണിവേഴ്സിറ്റി ആണെന്ന് വിചാരിക്കാം. അപ്പൊ കുറെ കുട്ടികൾ അതിന് കാര്യമായിട്ട് പഠിച്ച് എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് കയറിയിട്ടുണ്ട്. എന്നാൽ അവിടെ ഒരു മാനേജ്മെന്റ് കോട്ടയുണ്ട്. അപ്പം ആ മാനേജ്മെന്റ് കോട്ടയിൽ കയറുന്നവര് എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ പാരന്റ്സിന്റെ ഹോൾഡ് കൊണ്ടായിരിക്കും അല്ലെ. പാരന്റ്സ് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരായിരിക്കും. അവിടുത്തെ എന്താണ് ആ ഒരു കോളേജിന്റെ യൂണിവേഴ്സിറ്റി നടത്തുന്ന ആളുകളും ആയിട്ട് കണക്ഷൻ ഉണ്ടാവും. അപ്പൊ പാരന്റ്സിന്റെ ഹോൾഡ് കൊണ്ടായിരിക്കും ചില കുട്ടികൾ കയറുന്നത്. ചില കുട്ടികൾ പാരന്റ്സിന്റെ പൈസ കൊണ്ട് കയറുന്നുണ്ട് അവർ അല്ലെ. നല്ല എന്താ പറയാ, ഇഷ്ടംപോലെ പൈസ കൊടുത്തിട്ട് അഡ്മിഷൻ വാങ്ങുന്നവരുണ്ടാവും. ഈ പറഞ്ഞ രണ്ട് കൂട്ടരും, അതായത് ഹോൾഡ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് കൊണ്ട് കയറുന്നവരും എക്സാം എഴുതി കയറുന്നവരും, രണ്ടു കൂട്ടരും ഒരേ കോഴ്സ് തന്നെയാണ് പഠിക്കുന്നത് അല്ലെ. ഈ പാരന്റ്സിന്റെ ഹോൾഡ് കൊണ്ട് കയറിയവർക്ക് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ആർക്കുള്ള ചാൻസ്? അത് പാരന്റ്സിന് കിട്ടിയ ഒരു ചാൻസ് അല്ലെ. പാരന്റ്സ് അവരുടെ ഹാർഡ് വർക്ക് കൊണ്ടോ അല്ലെങ്കിൽ അവരുണ്ടാക്കിയ പൈസ കൊണ്ടോ ആളുകളുമായിട്ടുള്ള അവരുടെ നല്ല ബന്ധങ്ങൾ കാരണം, അതായത് പാരന്റ്സിന് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ പാരന്റ്സിന്റെ കഴിവ് കൊണ്ട് കിട്ടിയ ഒരു കാര്യമാണ്. പക്ഷെ ഈ കുട്ടീന്റെ കഴിവ് കൊണ്ടല്ല അല്ലെ. അതായത് നമ്മൾ ഒരു മുസ്ലിം ആയിട്ട് ജനിക്കാൻ പറ്റുക എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ്, ഒരു പക്ഷേ നമ്മളുടെ പൂർവ്വപിതാക്കള് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അവര് ദീനിലെടുത്ത എഫേർട്ട് കൊണ്ട്, അവര് ദീൻ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ അവര് അമുസ്ലിം ആയിരുന്നിട്ട് പോലും ഒരു പക്ഷെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അവരുടെ മുമ്പിൽ ഹക്ക് വന്നപ്പോൾ അത് സ്വീകരിച്ചത് കൊണ്ട്, അവര് മുസ്ലിം ആയതുകൊണ്ട്, അവരുടെ ദുആ കൊണ്ട് ജനിച്ചതായിരിക്കാം നമ്മൾ. അതുവരെയുള്ള കാര്യം എന്ന് പറയുന്നത് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത അവസരമാണ്. അതിനുശേഷം അത് നമ്മളെ ഡ്യൂട്ടിയാണ്. അപ്പൊ അത് ഈ കോളേജിൽ എത്തുന്നത് വരെ ആ കോളേജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പാരന്റ്സിന്റെ ഹോൾഡ് കൊണ്ട് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സാം എഴുതി വന്നവനും ഹോൾഡ് കൊണ്ട് വന്നവനും ഒക്കെ പഠിക്കുന്നത് ഒരേ കോഴ്സാണ്, ഒക്കെ എഴുതുന്നത് ഒരേ എക്സാം ആണ്. പിന്നെ അവരുടെ ഹാർഡ് വർക്കാണ് അവിടെ കാര്യം അല്ലേ. അപ്പം ഒരു മുസ്ലിം ആയിട്ട് ജനിച്ചവനും ഒരു അനിസ്ലാം ആയിട്ട് ജനിച്ചവനും രണ്ടും ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന കാര്യത്തിൽ സെയിം ആണ്. എന്നാ ഒരു അമുസ്ലിം ആയിട്ട് ജനിച്ചവന് സുബ്ഹാനല്ലാഹ് അവന് പാരമ്പര്യമായിട്ട് ഒന്നും കിട്ടിയില്ല. അവൻ എൻട്രൻസ് എക്സാം എഴുതി കയറിയവനാ അല്ലെ. അവന്റെ മുമ്പിൽ ഹക്ക് വന്നപ്പോ അവൻ സ്വീകരിച്ചവനാ. അവൻ കൂടുതൽ ഹാർഡ് വർക്ക് ഇട്ടവനാ അല്ലെ. കൂടുതൽ ഹാർഡ് വർക്ക് ഇട്ടവന് എപ്പോഴും സുബ്ഹാനല്ലാഹ് വലിയ ഗുണം ഉണ്ടാവും, വലിയ റിസൾട്ട് ഉണ്ടാവും, വലിയ സക്സസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ തന്നെ നോക്കിയാൽ അറിയാം അല്ലെ. നമ്മളൊക്കെ ഈ പാരമ്പര്യമായിട്ട് കിട്ടിയതുകൊണ്ട് ഇത്തിരി അഹങ്കാരത്തോട് കൂടിയും ഇത്തിരി അശ്രദ്ധയോട് കൂടിയും ദീൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നമുക്ക് പോലും അറിയാവുന്ന പല റിവേർട്ട് ആയിട്ടുള്ള മുസ്ലിങ്ങളും അവര് ദീനിനെ കാണുന്നത് പോലെയല്ല നമ്മൾ കാണുന്നത്. അവരിടുന്ന എഫേർട്ട് പോലെ അല്ല അല്ലെ. അവരുടെ ഈമാനും നമ്മളുടെ ഈമാനും എവിടെ എത്തുന്നില്ല. നമ്മൾ ഇപ്പോഴും എന്താ ഉപ്പാന്റെ പൈസ കൊണ്ടും ഉപ്പാന്റെ ഹോൾഡ് കൊണ്ടും കോളേജിൽ, അങ്ങനെ സാധാരണ നമുക്ക് കോളേജിൽ തന്നെ അറിയാലോ, സ്കൂളിലോ കോളേജിലൊക്കെ അങ്ങനെ കയറിയ കുട്ടിക്ക് ഇച്ചിരി ഒരു അഹങ്കാരം കൂടുതലായിരിക്കും. അവരങ്ങനെ അടിച്ചു പൊളിച്ച് ചിലപ്പോൾ പാസ്സായി, ഇല്ലെങ്കിൽ പാസ്സായില്ല. ചിലപ്പോൾ ഉപ്പ വേറെയും പൈസ കൊടുത്തിട്ട് വേറെ കോളേജിൽ അഡ്മിഷന് ചേർക്കും. അങ്ങനെ സംഭവിക്കാറില്ലേ? നമുക്ക് അറിഞ്ഞൂടാ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ. ഏകദേശം അതുപോലെയാണ് നമ്മളുടെ അവസ്ഥ. സുബ്ഹാനല്ലാഹ്, വാപ്പാന്റെ ഹോൾഡ് കൊണ്ട് അല്ലെ. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ആരോ ദീനിനു വേണ്ടി പ്രവർത്തിച്ചതോ ദുആ ചെയ്തതിന്റെയോ റിസൾട്ടായിട്ട് അവർക്കുള്ള ഒരു റിവാർഡായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുസ്ലിം ആയിട്ട് ജനിപ്പിച്ചപ്പോൾ നമ്മൾ അഹങ്കാരികളായിട്ട് മാറിയ ഒരവസ്ഥയാണ്. എന്നാ എൻട്രൻസ് എക്സാം എഴുതി കയറിയവരോ
നമ്മളുടെ ചുറ്റുപാടും ദീനിനെ ഹക്കാണെന്ന് ദീനെന്ന് മനസ്സിലാക്കിയിട്ട് അമുസ്ലിം ആയിട്ടും ക്രിസ്ത്യാനിയായിട്ടും ഹിന്ദു ആയിട്ടും ഒക്കെ അവർ ദീനിലേക്ക് വന്നവരോ, അവർ കയറാനും കഷ്ടപ്പെട്ടവരാണ്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഈ ടെസ്റ്റിനെ ഫേസ് ചെയ്തിട്ട് ജയിക്കാൻ വേണ്ടി തീരുമാനിച്ചവരുമാണ്. ആരാ ഉത്തമര്, നമ്മളോ അവരോ? അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു ചിന്ത സ്പ്രെഡ് ചെയ്യരുത് ശരിക്കും. സുബ്ഹാനല്ലാഹ്. ഓരോരുത്തരും നമ്മളെ മക്കളുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഓരോരുത്തരും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. ഞാനൊരു സുബ്ഹാനല്ലാഹ് ചിലപ്പോൾ ഒരു നല്ല പ്രവർത്തിയൊക്കെ ചെയ്യുന്ന ഒരു ഉമ്മയാണോ വാപ്പയാണെന്ന് വെച്ചിട്ട് എന്റെ മോളായതുകൊണ്ട് നീ രക്ഷപ്പെടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പറഞ്ഞു കൊടുത്തത് അതാണല്ലേ, ഒരു രക്ഷയില്ല. അതുപോലെ നിന്റെ അമുസ്ലിം ഫ്രണ്ട് നരകത്തിലേക്കും നീ സ്വർഗത്തിലേക്കൊന്നും വിചാരിക്കുന്നുണ്ടെങ്കിൽ മോനെ മോളെ അത് ശുദ്ധ വിഡ്ഢിത്താണ്. നിനക്ക് ഒരു ചാൻസ് നമ്മൾ കാരണം അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ കാരണം നിനക്കും എനിക്കും ഒരു ചാൻസ് കിട്ടിയെന്നേ ഉള്ളൂ. അത് ഈ കാര്യം പറഞ്ഞു കൊടുക്കുക. കോളേജിൽ ഹോൾഡ് വെച്ച് കയറിയ കുട്ടീന്റെ അവസ്ഥയാണ് നമ്മളത്. നമ്മൾ ഈ ഹോൾഡ് വെച്ച് കയറിയ കുട്ടിക്ക് മറ്റേ കുട്ടീനെ പോലെ എൻട്രൻസ് എഴുതിയ കുട്ടിമോനെ പോലെ ആവാൻ ഭയങ്കര പ്രയാസമാണ്. ഒരുപാട് എഫേർട്ട് ഇടണം. അപ്പൊ നമ്മളാണ് ശരിക്കും കൂടുതൽ എഫേർട്ട് ഇടേണ്ടവർ. നമ്മളാണ് മുസ്ലിമായി ജനിച്ച നമ്മളാണ് കൂടുതൽ എഫേർട്ട് ഇടേണ്ടവർ. കാരണം നമുക്ക് ഇതിന്റെ വാല്യൂ ഇപ്പോഴും മനസ്സിലായി. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മുടെ ചിന്താഗതികളാണ് പലപ്പോഴും നമ്മളിങ്ങനെ നമ്മൾ സംഭവമാണെന്ന് വിചാരിച്ച് അവിടെ ഇരുത്തിയിട്ടുള്ളത് അല്ലെ. അപ്പം എപ്പോഴും എൻട്രൻസ് എഴുതി കയറിയവരാണ് ബെസ്റ്റ്. എൻട്രൻസ് എഴുതി കയറിയവർക്കാണ് വീണ്ടും 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 അത് പഠിച്ച് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എവിടെയെങ്കിലും എത്തണം എന്ന് അവരാണ് അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഹോൾഡ് വെച്ച് കയറിയവർക്ക് യാതൊരു വാല്യൂ ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. രണ്ടു കൂട്ടരും പഠിച്ച് എക്സാം എഴുതിയാൽ തന്നെ പാസ്സാവുള്ളൂ. അതുകൊണ്ട് മുസ്ലിമായി ജനിച്ചാലും അമുസ്ലിമായി ജനിച്ചാലും റിസൾട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ്. അപ്പം എല്ലാം നമ്മൾ ഈ പറഞ്ഞതെല്ലാം തിരിച്ച് അല്ലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാമുമായിട്ട് ബർസഖിൽ ഉണ്ടാക്കിയ ആ ഒരു കോൺട്രാക്റ്റിലേക്കാണ്, ആ ഒരു ഉടമ്പടിയിലേക്കാണ് പോകുന്നത്. ഈ അമുസ്ലിമായിട്ട് ജനിച്ചവനും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉടമ്പടി കൊടുത്തു വന്നവനാണ്. പക്ഷെ ഇവിടെ അവന്റെ മുമ്പിൽ ഹക്ക് വന്നപ്പം അവൻ എടുത്തു. ഈ മുസ്ലിമായി ജനിച്ച നമ്മളും അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കോൺട്രാക്ട് കൊടുത്തവനാണ്. പക്ഷെ നമ്മൾ എന്താ ഇത് നമ്മൾ പാരന്റൽ പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചില്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ രണ്ടു കൂട്ടരുടെ മേലും ഈ ഉത്തരവാദിത്വം ഒരേപോലെയാണ്. നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് എത്തിക്കും, അവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് എത്തിക്കും. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഒരു പക്ഷെ കുറച്ച് എളുപ്പമാക്കി തന്നിട്ടുണ്ടാവും നമ്മളുടെ പൂർവ്വപിതാക്കന്മാരുടെ ദുആ കാരണം. ആ എളുപ്പത്തിന് പോലും നമ്മൾ എന്താ പറയാ അതൊക്കെ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ നഷ്ടക്കാരാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ആ കോൺട്രാക്ട് നമ്മൾ അള്ളാഹു കൊടുത്ത ആ ഒരു ഉടമ്പടി ഫുൾഫിൽ ചെയ്താലും ഇല്ലെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ഉടമ്പടി അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഉടമ്പടിയും കൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് എവിടെ എപ്പോ നമ്മള് ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അറിഞ്ഞുകൊണ്ട് ഡിക്ലെയർ ചെയ്യുന്നോ അപ്പൊ നമ്മൾ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുത്ത ഉടമ്പടിനെ കൺഫേം ചെയ്യാണ്, ഉറപ്പിക്കുകയാണ് അല്ലെ. ആ സത്യത്തിനെ നമ്മൾ ഉറപ്പിക്കുകയാണ്. എപ്പോ നമ്മൾ മനസ്സുകൊണ്ട് അറിഞ്ഞ് അതല്ല മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അള്ളാഹു അല്ലാതെ എനിക്ക് വേറെ ഇലാഹില്ല എന്ന് നമ്മൾ എപ്പോ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഡിക്ലെയർ ചെയ്യുന്നു, അത് നമ്മൾ അവിടെ കൊടുത്ത കമ്മിറ്റ്മെന്റ് ആണ്, അള്ളാഹു ബർസഖിൽ കൊടുത്ത കമ്മിറ്റ്മെന്റ് ആണ്. ഓക്കെ. അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാം സ്വീകരിച്ചു വരുന്നവരെ നമ്മൾ റിവേർട്ട് എന്ന് പറയുന്നത്. അവര് മടങ്ങി വന്നവരാണ്. കാരണം അവിടെ അള്ളാഹു ഒരു ഉടമ്പടി കൊടുത്തു, ഇവിടുന്ന് അവർ വീണ്ടും അത് ഷഹാദത്ത് സ്വീകരിച്ചിട്ട് വീണ്ടും അതിനെ ഉറപ്പിക്കണം. അതുകൊണ്ട് അവർ റിവേർട്ടുകളാണ്, കൺവേർട്ട് അല്ല റിവേർട്ട് ആണ്, മടങ്ങി വന്നവർ ദീനിലേക്ക്. അങ്ങനെ ആ ഒരു ഡിക്ലറേഷൻ അവിടുന്ന് കൊടുത്ത ബലാ ഷഹിദ്ന ഇവിടെ നമ്മൾ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിലുടനീളം തൗഹീദ് കൊണ്ടുവന്നിട്ട് നമ്മൾ അതിനെ ഫുൾഫിൽ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. ജീവിതത്തിലുടനീളം നമ്മൾ തൗഹീദ് കൊണ്ടുവന്ന് ഫുൾഫിൽ ചെയ്യലാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ അവിടുത്തെ റുബൂബിയയിൽ ആരംഭിച്ച് ഇവിടെ നമ്മളുടെ അസ്മാവ് സിഫാത്തിലെ അള്ളാഹുവിന്റെ സിഫത്തുകളും അള്ളാഹുവിന്റെ പേരുകളും അറിഞ്ഞ് അതുപയോഗിച്ച് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഓരോ പേരുകളും സിഫത്തുകളും ആധാരമാക്കിയിട്ട് അങ്ങനെ നമ്മൾ ഇബാദത്ത് ചെയ്യുമ്പോഴാണ് ഓക്കെ അത് തൗഹീദ് അൽ ഉലൂഹിയ, തൗഹീദ് അൽ ഇബാദ, തൗഹീദ് റുബൂബിയ കൊണ്ടുവന്ന് തൗഹീദ് അസ്മാഉ വസിഫാത്തും അസ്മാഉ വസിഫാത്ത് ഉപയോഗിച്ച് തൗഹീദ് അൽ ഉലൂഹിയയിൽ നമ്മൾ എത്തുമ്പോഴാണ് നമ്മൾ തൗഹീദിന്റെ ആളുകളാവുന്നത്. തൗഹീദ് അൽ ഉലൂഹിയ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു അല്ലെ, ഇബാദത്ത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ദുആയും സ്നേഹവും തവക്കുലും നിയമങ്ങളും ഭയവും ഒക്കെ പെടുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ അള്ളാഹ്ക്ക് മാത്രം ആയി മാറുമ്പോഴാണ് നമ്മൾ തൗഹീദിന്റെ ആളുകളാവുന്നത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലേ, ഷഹാദത്ത് ചൊല്ലി മരിച്ചവരും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ നമ്മൾ നരകത്തിലാണെന്ന് ഭയങ്കരമായിട്ട് നമ്മൾ സ്വർഗത്തിലാണെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ.
ആ ഒരു 1 മിനിറ്റ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലലല്ല ആ പ്രോസസ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളത് എവിടുന്ന് തുടങ്ങിയതാണ്? ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച റൂഹിന്റെ ഫോമില് അവിടെ വെച്ചിട്ട് ബർസഖിൽ വെച്ചിട്ട് ബല ഷഹിദന എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ്. അങ്ങനെ ഭൂമിയിൽ വന്നിട്ട് മുസ്ലിം ആണെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലെ, ആ ഷഹാദത്തിന് ഇതുവരെ നിങ്ങൾ ശരിക്കും അറിഞ്ഞുകൊണ്ടല്ല ഷഹാദത്ത് പറഞ്ഞെങ്കിൽ ഇപ്പൊ പറഞ്ഞു അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഭൂമിയിൽ ആ ഷഹാദത്ത് പറഞ്ഞിട്ട് ആ ഷഹാദത്തിനനുസരിച്ച് ആ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അനുസരിച്ച് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജീവിച്ചിട്ട് അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് മരിക്കുമ്പോഴാണ് നമ്മൾ ആ സ്വർഗത്തിന്റെ അവകാശികളായി മാറുന്നത്. സുബ്ഹാനല്ലാഹ്. ഖൽബ് കൊണ്ടും ലിസാന് കൊണ്ടും ജവാരിഹ് കൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും നമ്മുടെ ശരീരം കൊണ്ടും നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിക്കുന്നവരാവുന്നു. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മരിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആലയിലുള്ള വിശ്വാസം അല്ലെ, തൗഹീദ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ അന്തർലീനമായിട്ടുള്ള ഇൻട്രിൻസിക് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. എല്ലാ മനുഷ്യന്റെയും നേച്ചറിന്റെ ഒരു ഭാഗമാണ്. പക്ഷെ ഇന്ന് പലരും അല്ലെ, വിശ്വാസമൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടാവുന്നതാണ്, പഠിച്ചെടുക്കുന്നതാണ്. ദൈവവും ദൈവത്തിലുള്ള വിശ്വാസം എന്നൊക്കെ പറയുന്ന ആൾക്കാർ പഠിച്ചെടുക്കുന്നതാണെന്നൊക്കെ പറയാറുണ്ട്. ആളുകൾക്ക് വിശ്വാസവും അവിശ്വാസവും അതുപോലെ പഠിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ ആളുകൾ പലതും പറയാറുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. പക്ഷേ നിയമപ്രകാരം അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ബേസ് പ്രകാരം അത് എല്ലാ മനുഷ്യന്റെയും സോൾ റൂഹിൽ ഉള്ളതാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നംലിൽ 14-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അവയെ പറ്റി അവരുടെ മനസ്സുകൾക്ക് ദൃഢമായ ബോധ്യം വന്നിട്ടും അവരതിനെ നിഷേധിച്ചു കളഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതായത് അവരുടെ നഫ്സിനറിയാം എന്ത്, സുബ്ഹാനല്ലാഹ്, വിശ്വാസം ഉണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നതാണെന്ന് അല്ലെ, നഫ്സിനറിയാം. എന്നിട്ടും അവരതിനെ നിഷേധിച്ചു കളയുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അവരുടെ ഉള്ളിൽ അതുണ്ടായിട്ടും അവർ പുറമെ അതിനെ നിഷേധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവിശ്വാസം എന്ന് പറയുന്നത് വെറും ഒരു ഫസാദ് മാത്രമാണ്. നമുക്കറിയാം എല്ലാ സമൂഹത്തിലും അല്ലെ ദൈവവിശ്വാസം നമ്മൾ കണ്ടിട്ടുണ്ട്. തീരെ വിശ്വാസമില്ലാത്ത സമൂഹങ്ങളില്ല തന്നെ. അങ്ങനെയുള്ള സംസ്കാരങ്ങൾ പോലും ഇല്ല. ഇപ്പം ആളുകൾ പലപ്പോഴും ദൈവമില്ലാന്നും ദൈവത്തിനെ ചോദ്യം ചെയ്യുമ്പോഴും മതം ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയുമ്പോഴും നമുക്കറിയാം, നമ്മുടെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു സമൂഹവും ദൈവമില്ലാതെ വിശ്വാസമില്ലാതെ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ഓരോ വ്യക്തികൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ, ചില വ്യക്തികൾ സ്പ്രെഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്താണെങ്കിലും ഇപ്പം അതിനുശേഷം വന്ന കമ്മ്യൂണിസം ആണെങ്കിലും ദൈവമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈവൻ കമ്മ്യൂണിസത്തിൽ പോലും നമ്മൾ കണ്ടു അല്ലെ, റഷ്യ സ്പ്ലിറ്റ് ആയ സമയത്ത് കമ്മ്യൂണിസ്റ്റ് സ്റ്റേറ്റ് ആകെ സ്പ്ലിറ്റായി എല്ലാവരും വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്നത് നമ്മൾ കണ്ടതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവിശ്വാസം എന്ന് പറയുന്നത് വെറും ഫസാദാണ്. നമ്മളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ അത് ഉറപ്പിച്ചുകൊണ്ട് അതിനകത്ത് ജനിച്ച ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മളുടെ ഇസ്ലാമിലെ ജീവിത ചക്രം എന്ന് പറയുന്നത് അല്ലെ, എവിടെയാ തുടങ്ങിയത്? ആദം അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിച്ച സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ അടുത്ത് നിന്ന് എടുത്ത ഉടമ്പടിയിൽ അവിടെ നമ്മൾ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറപ്പിച്ച ആളുകളാണ്. ബർസഖിലെ ജീവിതം എന്താണ് നമ്മൾ കണ്ടു അല്ലെ, റൂഹിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ നമ്മൾ ഭൗതികമായ ജീവിതത്തിലേക്ക് വരുന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി. ആ ഒരു ഹദീസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ, എന്താണ്? സ്വർഗത്തിലേക്ക് സൃഷ്ടിച്ച ആളുകളും നരകത്തിലേക്ക് സൃഷ്ടിച്ച ആളുകളും. നരകത്തിലേക്ക് സൃഷ്ടിച്ച ആളുകൾ നരകത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി അള്ളാഹു സഹായിക്കും, അവർ നരകത്തിൽ അവസാനിക്കും. സ്വർഗത്തിലേക്ക് സൃഷ്ടിച്ച ആളുകൾ സ്വർഗത്തിന്റെ പ്രവൃത്തികൾ ചെയ്തിട്ട് അവർ സ്വർഗത്തിലേക്ക് എത്തും. അപ്പൊ നരകത്തിലേക്ക് സൃഷ്ടിച്ച ആളുകൾ എന്തുകൊണ്ടാണ് അവരെ നരകത്തിലേക്ക് സൃഷ്ടിക്കുന്ന ആണെന്ന് അറിഞ്ഞുകൊണ്ടും എന്തുകൊണ്ട് അവരെ സൃഷ്ടിച്ചു, അതിലുള്ള നന്മ എന്താണെന്ന് നമ്മൾ കണ്ടു അല്ലെ. ഇനി അത് അള്ളാഹ്ക്ക് അറിഞ്ഞിട്ടും അള്ളാഹു എന്തിനാണ് നമുക്ക് ടെസ്റ്റിന്റെ റിസൾട്ട് അള്ളാഹ്ക്ക് അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ ഈ ടെസ്റ്റ് എന്ന് ചോദിച്ചു, അതിനുള്ള ആൻസറും നമ്മൾ കണ്ടു അല്ലെ. നമ്മുടെ ബേസിക്കലി വിശ്വാസത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ കണ്ടു. പിന്നെ ഫിത്ര എന്താണെന്ന് കണ്ടു. നമ്മൾ ഓരോരുത്തരും ഫിത്രയിൽ ജനിക്കുന്ന ആളുകളാണെന്നും മുസ്ലിമായി ജനിച്ചത് കൊണ്ട് നമുക്ക് സ്വർഗം എവിടെയും ഉറപ്പാവുന്നില്ല എന്നുള്ളതും അല്ലെ. സുബ്ഹാനല്ലാഹ്. മുസ്ലിമായി ജനിച്ചുകൊണ്ട് ആരും സ്വർഗത്തിന്റെ അവകാശികളാവുന്നില്ല. എന്തുകൊണ്ടാണ് അവിടെ കിട്ടുന്ന ഗുണം, അല്ലെങ്കിൽ എന്താണ് അവിടെ കിട്ടുന്ന പ്രിവിലേജ്, അതിന് നമ്മൾ അർഹരാണോ, നമ്മൾ എന്ത് ചെയ്യണം അല്ലെ, ആ മുസ്ലിങ്ങളുടെ കാര്യത്തിൽ എന്താണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. സുബ്ഹാനല്ലാഹ്. ഒരുപാട് നമ്മൾ ചിന്തിക്കാനുണ്ട്. ചിന്ത മാത്രമല്ല, നമ്മളുടെ എന്താണ് ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറാനുണ്ട്. മൈൻഡ് സെറ്റ് മാറുമ്പം അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ മറ്റുള്ള ആളുകളോടുള്ള നമ്മളുടെ ആ ഒരു ഔട്ട്ലുക്കും ഒക്കെ മാറും. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ശരിയായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ മനസ്സിലാക്കുകയും തൗഹീദ് മനസ്സിലാക്കുകയും അങ്ങനെ തൗഹീദിന്റെ ഷഹാദത്ത് അല്ലെ, തൗഹീദിനെ ഉറപ്പിച്ച് പറയാൻ പറ്റും എല്ലാ അർത്ഥത്തോടു കൂടിയും ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ശരീരം കൊണ്ടും ഉറപ്പിച്ച് പറയാനും ചെയ്യാനും പറ്റും. തൗഹീദിലായിക്കൊണ്ട് ജീവിക്കാനും അങ്ങനെ തൗഹീദിലായിട്ട് മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വരുന്ന തലമുറകൾക്കും. നമ്മളിൽ നിന്ന് ഈ ഒരു കാര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബ് പുറത്തു മാപ്പാക്കി തരട്ടെ. ആമീൻ.
നമ്മുടെ പൂർവ്വപിതാക്കൾക്കും അറിഞ്ഞോ അറിയാതെ ഇക്കാര്യത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും പുറത്തു മാപ്പാക്കി തട്ടെ. തൗഹീദിനെ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിതം മാതൃകയാക്കി അതുവഴി മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കാൻ നാവ് കൊണ്ടും അല്ലെ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും അത് എത്തിച്ചു കൊടുക്കാനുള്ള തൗഫീക്ക് ഏറ്റവും നല്ല രീതിയിൽ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് തരട്ടെ. ആളുകൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം അത് നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ നിന്നായിരിക്കണം നമ്മുടെ തൗഹീദിന്റെ ആരംഭം. വീട്ടിനുള്ളിലായിരിക്കണം നമ്മുടെ മാതൃകകൾ കാണിച്ചു കൊടുത്തിട്ട് അത് തുടങ്ങേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഏറ്റവും ബെസ്റ്റ് തൗഹീദിന്റെ ആളുകളായിട്ട് ജീവിച്ച് മരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. آمين. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أعوذ بك أن أشرك بك وأنا أعلم واستغفرك لما لا أعلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.